ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാരശൗലവ്യഥ നൈരുച്യം ധനുശോഷണം മലമയീ ശയ്യാച സംവത്സരി ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യേസ്യാക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയ തസ്യൈ ജനന്യൈ നമഃ. അഖിലാനപരാധാൻ മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദമദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം നമാമി തുഞ്ചത്തെഴുമാര്യപാദം. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. യപ്പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്ഥം മുനിം വന്ദേ പ്രാചേതസകമകൽമഷം. നീലാംബുജശ്യാമള കോമളാംഗം സീതാസമാരോപിത വാമഭാഗം പാണോ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം. ഗോഷ്പദീകൃതവാരീശം വശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ നിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവഡ്നിം ജനകാത്മജായ ആദായ തേനൈവ ദദാഹലങ്കാം നമാമി തം പ്രാഞ്ജലിനാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ത്യക്വാ സുദുസ്ത്യജ സുരേപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവജസായതഗാതരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവൽ വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാം സീതാഭിരാമ പരമാത്ഭുതരൂപശാലിൻ. രാമാത്മക പരിലസൻ പരിവാഹി വിഷ്ണോഃ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സീതാരാമഗുണഗ്രാമ പുണ്യാരണ്യവിഹാരിണോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വര കപീശ്വരോ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ഭൂയോ ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം സുമാന്യം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. സദാ രാമ രാമേതി നാമാമൃതം തേ സദാ രാമമാനന്ദനിഷ്യന്തഗന്ധം പിബന്തം നമന്തം സുതന്തം ഹസന്തം ഹനുമന്തമന്തർഭജേതം നിതാന്തം. സദാ രാമ രാമേതി നാമാമൃതം തേ സദാ രാമമാനന്ദനിഷ്യന്തഗന്ധം പിബന്നന്വഹം നന്വഹം നൈവ മൃത്യോ ബിഭേമി പ്രസാദാൽ തവൈവ പ്രഭാവിൻ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭൂതേർമഹദ്ഭിര്യൈമാ പുരോ വിഭുർനിർമായ ചേദേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ജാനകി ജീവന സ്മരണം ജയ ജയ രാമ രാമ. വീണ്ടും ഒരു രാമായണ പുണ്യമാസത്തിൽ ഈ അമ്മയുടെ തിരുസന്നിധിയിൽ, ഈ പരിപാവനമായ സന്നിധിയിൽ സജ്ജനങ്ങൾക്കൊപ്പം കൂടിയിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കഴിഞ്ഞ വർഷം ഇങ്ങനൊരു അവസരം ലഭിക്കേണ്ടായി.
ജീവിതത്തിലെ ഏറ്റവും സുഹൃതമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സംസാരേസ്മിൻ ക്ഷണാർദ്ധേവി സത്സംഗ ശേവധീർന്നിടണം എന്നാണ് പറയാറ്. ക്ഷണാർദ്ധമാണെങ്കിൽ കൂടി കുറച്ച് നേരത്തിനാൽ കൂടി സജ്ജനങ്ങളുടെ ഒപ്പം ഇരിക്കാം, സത്സംഗത്തിൽ ഏർപ്പെടുക, ഇതാണ് ഏറ്റവും വലിയ സുഹൃതം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പാരായണം സമർപ്പിച്ചു. പാരായണ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് രാമമഹിമയും അതേപോലെ രാമായണത്തിൻ്റെ പ്രത്യേകതയൊക്കെ ഒന്ന് അനുസ്മരിച്ചിട്ട് പോകാൻ വിചാരിക്കണു. പല മുഖങ്ങളിലായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മാസമായിട്ട്. അങ്ങനെ തന്നെയാണ് എൻ്റെ രീതി. പലതവണ ആവർത്തി രസകൃത ഉപദേശ എന്നാണ് പറയുക. വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മളത് സ്വാംശീകരിക്കണം. അപ്പോൾ നമുക്കറിയാം, നമ്മളെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വേദമാണ് അതിൻ്റെ അടിസ്ഥാനം. വേദോഖിലോ ധർമ്മമൂലം എന്നാണ് മനു പറയുന്നത് മനുസ്മൃതിയിൽ. അഖിലമായ ആ വേദം എന്ന് പറഞ്ഞാൽ അത് സനാതനധർമ്മമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം എന്നാണ്, അറിവ് എന്നാണ്. അപ്പോൾ പരമമായ ഈ അറിവിനെ അല്ലെങ്കിൽ ജ്ഞാനത്തിനെ തപസ്സിലൂടെ സാക്ഷാത്കരിച്ചിട്ടുള്ള ഋഷീശ്വരന്മാരുടെ സ്വാനുഭൂതി വാക്യങ്ങളാണ് വേദങ്ങളായ ഒരു ശിഷ്യന്മാർക്ക്, സ്വാനുഭൂതി സമ്പന്നരായിട്ടുള്ള ശിഷ്യന്മാർക്ക് ഉപദേശിച്ചിട്ടുള്ള അതാണ് വേദം ആയിട്ട് വന്നിട്ടുള്ളത്. 4 വേദമാണുള്ളത് അറിയാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ ഈ വേദങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഇത് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ട് ആണ് എന്താ പറയുക, പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, പുരാണങ്ങൾ പ്രധാനമായിട്ടും 18 ഉണ്ട്. വേദവ്യാസ മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ബാദരായണൻ അല്ലെങ്കിൽ കൃഷ്ണദ്വൈപായനൻ എന്നൊക്കെയാണ്. വേദങ്ങളെ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസൻ എന്ന പേര് അറിയപ്പെടുന്നു. ഉപപുരാണങ്ങൾ വേറെയുണ്ട്, ഉപപുരാണങ്ങൾ. അപ്പോൾ അതിലേറ്റവും പ്രചാരമുള്ളത്, നമുക്കൊക്കെ അറിയാവുന്നത്, കൂടുതൽ കേട്ടിട്ടുള്ളത് ഭാഗവത മഹാപുരാണമാണ്. അപ്പോൾ അതിൽ പറയണു, നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഭുവി ഭാവുകാഹ. അപ്പം എന്താ പറഞ്ഞു വെച്ചാൽ, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ പരിഭാഗം വന്ന ഫലമാണ് ഈ ഭാഗവതം എന്നാണ് പറയുന്നത്. പുരാണങ്ങളിൽ ചെയ്യുന്നത് കഥകളിലൂടെ വേദതത്വങ്ങളെ കഥകളിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കഥകൾക്ക് അല്ല കൊടുക്കേണ്ടത്, തത്വങ്ങൾക്കാണ്. പുരാണങ്ങളുടെ ഉദ്ദേശം കഥകളിലൂടെ വേദതത്വങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിഹാസങ്ങളും ഉണ്ട്. ഇതിഹാസങ്ങൾ 2 എണ്ണമാണുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? മഹാഭാരതവും നമ്മളെ രാമായണവും. മഹാഭാരതവും വേദവ്യാസനാൽ വിരചിതമാണ് അല്ലേ? മഹാഭാരതത്തെ പറ്റി പറയാറുണ്ട്, മഹത്വാച്ച ഭാരവത്വാച്ച മഹാഭാരതമുച്യതേ. അത് മഹത്വം കൊണ്ടായാലും അതേപോലെ വലിപ്പം കൊണ്ടായാലും അത് മഹാഭാരതം തന്നെയാണെന്നാണ് പറയാം. അതിൽ പറയാറുണ്ട്, ഇതിഹാസ്തി തത് അന്യത്ര എന്നേഹാസ്തി നത ക്വചിത് എന്ന് പറയാറുണ്ട്. ഇതിലെന്തൊക്കെ ഉണ്ടോ അത് ലോകത്തെ എല്ലായിടത്തും കാണാം, എന്നാൽ ഇതിലില്ലാത്തത് ലോകത്തെ എവിടെയും കാണാനും പറ്റില്ല എന്ന് മഹാഭാരതത്തെ പറ്റി പറയാറുണ്ട്. അതേപോലെ തന്നെ ആദി കാവ്യമാണ്, ഇതിഹാസമാണ് രാമായണം. രാമായണം എന്ന് പറഞ്ഞാൽ പല രാമായണമുണ്ട്. ആദികവിയായിട്ടുള്ള വാൽമീകിയാൽ വിരചിതമായിട്ടുള്ള വാൽമീകി രാമായണമുണ്ട്. പിന്നെ സംസ്കൃതത്തിൽ തന്നെ അധ്യാത്മരാമായണം മൂലമുണ്ട്. അത് വേദവ്യാസനാൽ രചിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം. ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് അത് വരുന്നത്. അതിനെ അടിസ്ഥാനമാക്കി ആധാരമാക്കിയിട്ട് തുഞ്ചത്താചാര്യൻ എഴുതിയതാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന രാമായണം കിളിപ്പാട്ട്. ഇതേപോലെ തന്നെ തുളസീദാസിൻ്റെ രാമായണമുണ്ട്, രാമചരിതമാനസുണ്ട്, തമിഴിലാണെങ്കിൽ കമ്പരാമായണമുണ്ട്. അപ്പം വേദം തന്നെയാണ് ഈ രാമായണം എന്നാണ് പറയുന്നത്. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദപ്രാചേത സാദാസി സാക്ഷാൽ രാമായണാത്മന. വേദപുരുഷനായിട്ടുള്ള ആ പരമപുരുഷൻ രാമനായിട്ട് അവതാരം ചെയ്തപ്പോൾ കൂടെ വേദങ്ങൾ തന്നെ അവതാരം ചെയ്തു രാമായണമായിട്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ രാമായണം എന്ന് പറഞ്ഞ വേദങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. രാമായണത്തിൽ എന്താ പ്രതിപാദ്യം? രാമായണത്തിൽ ധർമ്മമൂർത്തിയായിട്ടുള്ള രാമൻ്റെ ജീവിത ചരിതമാണ് പറയുന്നത്. ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണോ, ഒന്ന് അനുസ്മരിക്കുകയാണെന്ന് മാത്രം. അപ്പോൾ ആരാ രാമൻ എന്ന് വെച്ചാൽ, രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മത്തിനൊരു മൂർത്തി രൂപം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ രൂപമാണ് എന്ത്? രാമൻ. ധർമ്മം തന്നെയാണ് രാമൻ. ആ രാമൻ്റെ അയനമാണ് എന്ത്? രാമായണം. അല്ലെങ്കിൽ രാമനിലേക്കുള്ള അയനമാണ്
രാമായണം എന്നാണ് പറയുക. അപ്പോൾ ധർമ്മം ജന എന്നുള്ള ആ വാക്യത്തിനെയാണ് രാമായണത്തിലൂടെ വരച്ച് കാട്ടുന്നത്, എങ്ങനെയാണ് ധർമ്മം ആചരിക്കേണ്ടത്. അപ്പോൾ ധർമ്മത്തിനെ പറ്റി പറയുമ്പോൾ നാല് ധർമ്മം എന്നത് 4 പുരുഷാർത്ഥങ്ങളിൽ പ്രഥമ പുരുഷാർത്ഥമാണ് ധർമ്മം എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയുള്ളത്? ധർമ്മമുണ്ട്, അർത്ഥമുണ്ട്, കാമമുണ്ട്, മോക്ഷമുണ്ട്. അപ്പോൾ ആദ്യം പ്രഥമ പുരുഷാർത്ഥമായിട്ടുള്ള ധർമ്മം, അതിൽ ഉറച്ചു നിന്നിട്ടാണ് മറ്റു 3 പുരുഷാർത്ഥങ്ങളും നേടേണ്ടത്. അല്ലെങ്കിൽ പരമപുരുഷാർത്ഥമായിട്ടുള്ള എന്താണ് മോക്ഷത്തിലേക്ക് എത്തേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ മോക്ഷപ്രാപ്തിക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നമ്മുടെ പുണ്യം കൂടണം, അതോടൊപ്പം തന്നെ പാപം ക്ഷയിക്കും വേണം. അപ്പോൾ അതിന് ഗംഗാസ്നാനം പോലെ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. ഈ രാമായണം തന്നെ ഒരു ഗംഗയാണെന്ന് പറയാം. രാമായണം തന്നെ ഒരു ഗംഗാനദിയാണെന്ന് പറയാം. വാൽമീകിയിൽ നിന്ന് ഉത്ഭവിച്ച് രാമനാകുന്ന സാഗരത്തിലേക്ക് ഗമിക്കുന്ന ഒരു ഗംഗയാണ് രാമായണം എന്ന് പറയാം. വാൽമീകി ഗിരിസംഭൂത രാമസാഗരഗാമിനി പുനാതിഭുവനം പുണ്യാം രാമായണ മഹാനദി. അപ്പോൾ രാമായണം വായിച്ചാൽ മതി. രാമായണം വായിച്ചാൽ ഗംഗയിൽ സ്നാനം ചെയ്ത ഫലം കിട്ടുമെന്നാണ് പറയുന്നത്. വാൽമീകി രാമനെ പറ്റിയിട്ടാണ് അത് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പാരായണം ചെയ്യുന്നത് അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. അപ്പോൾ അധ്യാത്മരാമായണത്തിനെ പറ്റിയിട്ട് അതേപോലെ ഒരു ശ്ലോകമുണ്ട്. എന്താ അത്? പുരാരിഗിരി സംഭൂത ശ്രീരാമാർണവസംഗത അധ്യാത്മരാമഗംഗേയം പുനാതിഭുവനത്രയം. പുരാരിൽ നിന്ന്, മഹാദേവനിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ശ്രീരാമനാകുന്ന സമുദ്രത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് എന്നാണ് പറയുന്നത് ഇതിൽ. അതായത് മഹാദേവൻ പാർവതി ദേവിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണല്ലോ അധ്യാത്മരാമായണം ഉള്ളത്. അപ്പോൾ ഒരിക്കൽ പാർവതി ദേവി ചോദിച്ചു മഹാദേവനോട് ഏറ്റവും വിശേഷപ്പെട്ട നാമം ഏതാണ് എന്നുള്ളത്. അപ്പോൾ എന്താ മറുപടി എന്താ പറഞ്ഞത്? നമുക്കൊക്കെ അറിയാം, സഹസ്രനാമൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലാറുണ്ട്. എന്താ അത്? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ. അപ്പോൾ രാമനാമം എന്ന് പറഞ്ഞാൽ 1000 നാമങ്ങൾ ചൊല്ലണതിന് തുല്യമാണെന്ന് പറയുന്നത്. നമുക്കൊരു കഥയും പറയാറുണ്ട്. തുളസീദാസിൻ്റെ രാമായണത്തിലുള്ള കഥയാണത്. 33 കോടി എന്താ പറയുക, ഒരു ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് 100 കോടി രാമായണം ഉത്ഭവിച്ചു എന്നൊരു കഥ പറയാറുണ്ട്. 100 കോടി രാമായണം ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ഉത്ഭവിച്ചപ്പോൾ അതിന് ആവശ്യക്കാരുണ്ടായി 3 കൂട്ടരെന്നാണ് പറയാം. ആരൊക്കെ? ദേവന്മാരുണ്ടായി, അസുരന്മാരുണ്ടായി, മനുഷ്യന്മാരുണ്ടായി. അപ്പോൾ ഇത് പകുത്തു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് പറയും. അപ്പോൾ ബ്രഹ്മാവിനോട് പറഞ്ഞു. ബ്രഹ്മാവ് എന്ത് പറഞ്ഞു? മഹാദേവനെ സമീപിക്കാൻ പറഞ്ഞു. അങ്ങനെ മഹാദേവൻ പകുത്തു കൊടുത്തു എന്നാണ് പറയുന്നത്. 33 ലക്ഷം അങ്ങനെ പകുത്തു അല്ലേ? 33 കോടി ആദ്യം പകുത്തു. 33 കോടി ദേവന്മാർക്ക് കൊടുത്തു, 33 കോടി അസുരന്മാർക്ക് കൊടുത്തു, പിന്നെ 33 കോടി മനുഷ്യന്മാർക്കും കൊടുത്തു. അപ്പോൾ എത്ര ബാക്കി വന്നത്? 1 കോടി ബാക്കി വന്നു. അത് വീണ്ടും പകുത്തു 33 ലക്ഷമായിട്ട്. 33 ലക്ഷം അസുരന്മാർക്കും ദേവന്മാർക്കും മനുഷ്യർക്കുമായിട്ട് പകുത്തു കൊടുത്തു. പിന്നെ എത്ര ബാക്കി വരിക? 1 ലക്ഷം ബാക്കി വന്നത് 33,000 വെച്ച് പകുത്തു. പിന്നെ എത്ര ബാക്കി വരും? 1000 ബാക്കി വന്നു. അത് വീണ്ടും പകുത്തു 333, 333, 331. അങ്ങനെ ഒരു ശ്ലോകം ബാക്കിയായി എന്നാണ്. അത് പിന്നെ 3ആയിട്ട് തുല്യമായിട്ട് പകുക്കാനുള്ള ഇല്ല. 32 അക്ഷരമല്ലേ ഉള്ളൂ. 33 ആയിട്ട് പകുക്കാൻ 11 വെച്ചെടുക്കാനല്ലേ 32 അക്ഷരമുള്ള ശ്ലോകമായിരുന്നു എന്നാണ്. അപ്പോൾ അത് 10 അക്ഷരം വീതം വെച്ചിട്ട് 3 കൂട്ടർക്കും കൊടുത്തു. അവസാനം 2 അക്ഷരം ബാക്കിയായി എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങ് വെച്ചോളൂ, ദക്ഷിണ ഇട്ടേന്ന് പറഞ്ഞു അത്രേ. അതാണ് രാമായണത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. എന്താണത്? 2 അക്ഷരം, ദ്വക്ഷരം. എന്താണത്? രാമ. അപ്പം ഭഗവാൻ മഹാദേവൻ എന്ത് ചെയ്തു? അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ ഹൃദയത്തിൽ വെച്ചു എന്നാണ് പറയുന്നത്. അപ്പം അത്രയും വിശേഷപ്പെട്ടതാണ് രാമനാമം എന്നാണ് പറയുന്നത്. രാമനാമ മധുരം ദ്വയാക്ഷരം ആമയത്തിനതു നല്ലൊരൗഷധം നാമമായിരം ഇരിക്കലും ഹരേ രാമമെന്ന തിരുനാമം ഉത്തമം എന്നാ പറയാം. അപ്പം രാമനാമം വളരെ വിശേഷപ്പെട്ടാണ്. അത് താരക ബ്രഹ്മരൂപമാണെന്ന് പറയാം, താരക മന്ത്രമാണെന്ന് പറയാം. രാമശബ്ദത്തിലെ രായും മായും നമുക്കറിയാം ഏതെന്നൊക്കെ എടുത്തതാ പല തവണ അഷ്ടാക്ഷരിന്നും അതേപോലെ പഞ്ചാക്ഷരിന്നും എടുത്തതാണ്. അഷ്ടാക്ഷരി ഏതാണ്? ഓം നമോ നാരായണ എന്നുള്ള മന്ത്രത്തിൻ്റെയും അതിൽ നിന്നാണ് രാ എന്നുള്ള എടുത്തിട്ടുള്ളത്. അതേപോലെ ഓം നമ ശിവായ എന്നുള്ളത്തെ മകാരമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രാമനാമം വളരെ പ്രധാനപ്പെട്ടതാണ്. രാ എന്നുള്ള ശബ്ദം തന്നെ അത് അഗ്നിയുടെ ബീജമാണെന്ന് പറയാം. വളരെ വിശേഷപ്പെട്ട ഒന്നാണ് രാമനാമം. നമ്മൾ ചൊല്ലി കലിസന്ധാരണ ഉപനിഷത്തിലെ മന്ത്രമാണ് പറഞ്ഞിട്ട്
മാഷ് തുടക്കത്തിൽ നമ്മളെല്ലാവരും ഏറ്റു ചൊല്ലി അല്ലേ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ നാമ ഹരേ നാമൈവ കേവലം, കലോ നാസ്ത്യേവ ഗതിരന്യഥ. അങ്ങനെ പറയാം. ഈ കലികാലത്തിൽ നാമസങ്കീർത്തനം അല്ലാതെ വേറെ ഒരു ഉപായം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രാമനാമത്തിനെ പറ്റിയിട്ട് മാരീചൻ പറയുന്നുണ്ട് രാവണനോട്. രാമൻ്റെ അസ്ത്രമൊക്കെ കൊണ്ടിട്ട് അങ്ങനെ കടലിലൊക്കെ പോയിട്ട് ചാടി മാരീച്ച് പിന്നെ രാവണനെ കാണുമ്പോൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എനിക്കിപ്പോൾ രാമനെ മാത്രമല്ല, രാമനാമം മാത്രമല്ല, രാവിലെ വെച്ച് തുടങ്ങുന്ന എല്ലാ വാക്കും പേടിയാന്നാണ് പറയുന്നത്. രകാരാദീനി നാമാനി രാമസ്ത്രസ്തസ്യ രാവണ, രത്നാനി ചരദാശൈവ വിത്രാസം ജനയന്തി മേ. രഥമെന്നും അല്ലെങ്കിൽ രത്നെന്നും ഒക്കെ പേടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എന്നുള്ളത് അഗ്നിയുടെ ബീജമായതുകൊണ്ട് തന്നെ വേണ്ടത്ര ആചാരശുദ്ധി അല്ലെങ്കിൽ മനഃശുദ്ധി ഇല്ലാത്തവർക്കൊന്നും അത് നാവിൽ വരില്ല എന്നും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ പാശ്ചാത്യ ഭാഷകളൊക്കെ എടുത്ത് നോക്കിയാൽ അവർക്ക് അങ്ങനെ ആചാരങ്ങളൊക്കെ വളരെ കുറവാണ്. അവിടെ ഇംഗ്ലീഷ് ഭാഷയൊക്കെ എടുത്ത് നോക്കിയാൽ പല അക്ഷരങ്ങളിലും അല്ലെങ്കിൽ പല വാക്കുകളിലും ഈ രകാരം സൈലൻ്റ് ആവും. ഇപ്പോൾ നമ്മൾ മോർണിംഗ് എന്നേ പറയുള്ളൂ, മോർണിംഗ് എന്ന് പറയില്ല, അല്ലെങ്കിൽ ഏർലി എന്നേ പറയുള്ളൂ, എയർലി എന്ന് പറയില്ല. അത് ഈ രാമനാമത്തിൻ്റെ പ്രത്യേകത, രകാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ വടക്കേ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആളുകൾ പരസ്പരം അഭിവാദനം ചെയ്യുക പോലും എന്താണ്? റാം 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 എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ വിചാരിക്കുക എന്താണ്? ഇത് രാമ എന്നുള്ള മലയാളം വാക്ക് തത്തുല്യമായിട്ട് ഹിന്ദിയിലേക്ക് ആക്കിയതാണെന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനെ അല്ല അത്രേ. അത് രേഖത്തോടു കൂടിയിട്ടുള്ള പ്രണവമാണെന്ന് പറയാം. അപ്പോൾ ശുദ്ധ പ്രണവം ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഓങ്കാരമാണ്. അതിനൊപ്പം രാഗൂടി കൂടുമ്പോൾ അതാണ് റാമായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. റാം റാം എന്ന് പറയുമ്പോൾ വളരെ ശക്തിയുള്ളതാണെന്നാണ് പറയാം. രകാരോച്ചാരമാത്രേണ മുഖാന്നിര്യാന്തിപാതകാഹ പുനഃപ്രവേശഭീത്യൈവ മകാരസ്തു കവാടവൽ. അപ്പം ഇങ്ങനെ റാം റാം എന്ന് ചൊല്ലുമ്പോൾ രാ എന്ന് പറയുമ്പോൾ രകാരത്തോട് കൂടിയിട്ട് നമ്മുടെ വായ തുറക്കുന്നു. റാ എന്ന് പറയാൻ വേണ്ടിയിട്ട് വായ തുറക്കുമ്പോൾ നമ്മുടെ വാസനകളൊക്കെ, പാപവാസനകളൊക്കെ പുറത്തേക്ക് പോകുന്നു. എന്നാൽ പിന്നെന്താ പറയുന്നത്? റാം എന്ന് പറഞ്ഞാൽ മാം എന്ന് പറഞ്ഞിട്ട് വായ അടക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകാനത് കഴിയാതെ വരും ചെയ്യും. അങ്ങനെ നമ്മളെ ശുദ്ധീകരിക്കുകയാണ് രാമനാമം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, കാട്ടാളനായിട്ടുള്ള അല്ലെങ്കിൽ രത്നാകരനായിട്ടുള്ള അദ്ദേഹം എന്ത് ചെയ്തു? വാൽമീകിയായിട്ട് മാറിയത് ഈ രാമനാമം ജപിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമി, ആഞ്ജനേയ സ്വാമി സമുദ്രത്തെ കടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചിറ കെട്ടി അല്ലെങ്കിൽ പാലം കെട്ടേണ്ടി ഒന്നും വന്നില്ല അല്ലേ? അങ്കുലിയെയും കയ്യിൽ പിടിച്ചിട്ട് രാമനാമം ചുണ്ടിലായിട്ട് ചാടി കിടക്കുക ചെയ്തത്. പക്ഷേ രാമനാണെങ്കിൽ പാലം കെട്ടിയിട്ടേ കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നാമം എന്ന് പറഞ്ഞാൽ അത് നാമിയേക്കാൾ വലുതാണെന്ന് പറയാം. അതിൻ്റെ മഹത്വമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷപ്പെട്ട രാമനാമത്തിൻ്റെ മഹിമ ഒന്ന് ചെറുതായിട്ടൊന്ന് അനുസ്മരിച്ചു. ഇനി നമ്മൾ പാരായണത്തിൻ്റെ ഭാഗത്തിലേക്ക് വരെ ഇന്നത്തെ പാരായണം. അപ്പോൾ ഇന്നലെ ക്രിയാമാർഗോപദേശമാണ് കഴിഞ്ഞത് തോന്നുന്നു അല്ലേ? ഇന്ന് ഹനുമൽ സുഗ്രീവ സംവാദമാണ് നമ്മൾ ആരംഭിക്കുന്നത്, ഇന്ന് ആരംഭിച്ചത്. അപ്പോൾ വാലിവധക കഴിഞ്ഞു. സുഗ്രീവൻ രാജാവായിട്ട്, കിഷ്കിന്ധയിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. കഷ്ടകാലമൊക്കെ മാറി രാമനെ ആശ്രയിച്ച് ഭഗവാനെ ആശ്രയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കഷ്ടകാലമൊക്കെ മാറി സമ്പൽ സമൃദ്ധിയായി. അങ്ങനെ സമ്പൽ സമൃദ്ധിയായിട്ട് പിന്നെ അടുത്ത പടി എന്താ? ഭഗവാനെ മറക്കുക, ഭഗവാന് കൊടുത്ത വാക്കും മറക്കുക. സുഗ്രീവൻ അതൊക്കെ ചെയ്തു എന്നാ. അപ്പം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? സുഗ്രീവനൊരു മോശക്കാരൻ, നമ്മളൊക്കെ അതിലും അങ്ങനെയല്ല. അതൊക്കെ എന്തിനാ പറയുന്നത് വെച്ചാൽ നമുക്കുള്ള പാഠങ്ങളാണ്. സമ്പത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവാനെ മറക്കും, ആപത്ത് വരുമ്പോഴാണ് പിന്നെയും ഓർക്കുക. അപ്പം എന്താ ആപത്ത്, എന്താ സമ്പത്ത് എന്ന് പറയാറുണ്ട്. വിപദോ നൈവ വിപദഃ സമ്പദോ നൈവ സമ്പദഃ വിപൽ വിസ്മരണം വിഷ്ണു സമ്പൽ നാരായണ സ്മൃതി. നമ്മൾ വിചാരിക്കണം വിപത്തൊന്നും വിപത്തേ അല്ല, ആപത്തൊന്നും ആപത്തല്ല എന്നാണ് പറയുന്നത്. അതേപോലെ സമ്പത്തും അല്ല എന്നാണ്. ഏതാ വലിയ ആപത്ത്? എന്താ? വിപൽ വിസ്മരണം വിഷ്ണു, ഭഗവാനെ മറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആപത്ത്. അപ്പം ഏതാ ഏറ്റവും വലിയ സമ്പത്ത്? സമ്പൽ നാരായണ സ്മൃതി, ഭഗവാനെ എപ്പോഴും ഓർമ്മയിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. പറയാറുണ്ട്, ജന്മലാഭപര പുംസാം അന്തേ നാരായണ സ്മൃതി.
ഒരു മനുഷ്യന് ഒരു ജന്മം കൊണ്ട് ജന്മത്തിലുള്ള പരമമായ ലാഭം എന്താണ്? നാരായണനെ ഓർക്കുക, നാരായണ സ്മൃതി വരിക മരിക്കണ സമയത്ത്. അതാണ് ഏറ്റവും വലിയ ലാഭം എന്നാണ് പറയുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്, മരിക്കണ സമയം നമുക്ക് അറിയില്ല. നമ്മളൊക്കെ ഏത് മിനിറ്റിൽ ഏത് സെക്കൻഡിലാണ് നമ്മളെ കാലം കഴിയും ഒരാൾക്കും അറിയില്ല. ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത, ഗ്യാരണ്ടി കാർഡൊന്നും ഇല്ലാത്ത ഒന്നാണ് നമ്മുടെ ഈ ജന്മം അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്നത്. ഏത് നിമിഷം ആവാം. അപ്പം പിന്നെ എന്താ ചെയ്യുക? മരിക്കണ സമയത്ത് ഭഗവാനെ ഓർക്കണമെങ്കിൽ എപ്പോഴും ഭഗവാനെ ഓർക്കുക. സദാ നാരായണ സ്മൃതി, എല്ലായ്പ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുക. സർവത്ര നാരായണ സ്മൃതി, എല്ലായ്പ്പോഴും എപ്പോഴും എല്ലായിടത്തും എന്ത് ചെയ്യാം? ഭഗവാനെ ഓർത്തുകൊണ്ടേ ഇരിക്കുക. അതാണ് അതിനുള്ള മാർഗം എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് കുന്തിദേവി ഭാഗവതത്തിലെ ഒരു പ്രാർത്ഥന ഉണ്ട് കുന്തിദേവിയുടെ ഭഗവാനോട്, കുന്തി സ്തുതിയിൽ അല്ലേ. എന്താ അത്? സാധാരണ നമ്മളൊക്കെ എന്താ പ്രാർത്ഥിക്കുക? ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം ഭൂയോഭിരാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. അങ്ങനെ പ്രാർത്ഥിക്കാം. എനിക്ക് ആപത്തൊക്കെ ഒഴിച്ചു തരണേ, സമ്പത്തൊക്കെ ഇഷ്ടം പോലെ തരണേ. ആ രീതിയിലാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. എന്നാൽ അങ്ങനെ ഒരു പ്രാർത്ഥനയല്ല കുന്തിദേവി പ്രാർത്ഥിച്ചതെന്നാണ്. എന്തായിരുന്നു പ്രാർത്ഥന? വിപദ സന്തു നശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാൽ അപുനർഭവ ദർശനം. എനിക്ക് ആപത്ത് വീണ്ടും വീണ്ടും വന്നോട്ടെ. അങ്ങനെ കുന്തിദേവി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒന്നും ആരും അധികം പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നാ പറയാം. എന്നെന്താ ഗുണം? ആപത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും കഷ്ടകാലം വരുമ്പോഴാണ് നമുക്ക് ഈശ്വരവിശ്വാസം കൂടുക. പരീക്ഷക്കാലം ആയാലാണ് കുട്ടികൾക്ക് ഒന്നും കൂടി ഭക്തിയൊക്കെ കൂടുക, അമ്പലത്തിൽ പോകാനൊക്കെ തുടങ്ങുക. അപ്പോൾ കഷ്ടകാലം തന്നെ തന്നോളൂ, അല്ലെങ്കിൽ ആപത്തുകൾ തന്നെ തന്നോളൂ എന്നാണ് പറയുന്നത്. ആപത്തുകൾ വന്നാൽ എന്താ ഉണ്ടാവുക? ഭഗവാനെ ഓർക്കും. ഭഗവാനെ ഓർത്താലോ ഭഗവാൻ ഓടി വരും, ആ ആപത്തു നിന്ന് കരകയറ്റും. അപ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന് ഭഗവാനെ ഓർക്കും, രണ്ട് ഭഗവാനെ കാണാനും പറ്റും. എന്നാൽ അതിൻ്റെ ഫലം എന്താണെന്നും കൂടി കുന്തിദേവി പറയുന്നുണ്ട്. എന്താ അത്? ഭവതോ ദർശനം യസ്യാൽ അപുനർഭവ ദർശനം. ഭഗവാനെ കണ്ട പിന്നെ മോക്ഷമാണ് അതിൻ്റെ ഫലം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും ആപത്തുകൾ തന്നോളൂ, അതാണ് കുന്തിദേവി പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്താണ് സമ്പത്തായി എന്താ കുഴപ്പമെന്ന് അവിടെ പറയണ്ടേ കുന്തി സ്തുതിയിൽ? എന്താ പ്രശ്നം? എന്താ? ജന്മ ഐശ്വര്യ ശ്രുത ശ്രീമാൻ ഏധമാനമതപ്പുമാൻ നൈവാർഹത്യഭിധാതും വൈ ത്വാം അകിഞ്ചന ഗോചരം. അപ്പം അഹങ്കാരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെ അഹങ്കാരം വരിക? ജന്മം കൊണ്ട് ഞാൻ ഉന്നത കുലജാതനാണ്, അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ഐശ്വര്യം കൊണ്ട് ഞാൻ വലിയ പണക്കാരനാണ്, പ്രഭുവാണ്, അങ്ങനെയൊക്കെ ഐശ്വര്യ. ശ്രുത എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നല്ല പണ്ഡിതനാണ്, വേദപണ്ഡിതനാണ്, അങ്ങനെയൊക്കെ അഹങ്കാരം വരാം. അപ്പം ഇങ്ങനെയൊക്കെ അഹങ്കാരമുള്ളവർക്ക് ഭഗവാന്റെ ആ തിരുനാമം ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ ഭഗവാനെ ഓർക്കേണ്ടത്? പ്രഹ്ലാദൻ പറഞ്ഞ പോലെ ഭക്തിയാ തുദോഷ ഭഗവാൻ ഗജയൂഥഭായ. ഭഗവാൻ പ്രസാദിച്ചു ആരോട്? ഗജേന്ദ്രനോട് പ്രസാദിച്ചു അല്ലേ. ഗജേന്ദ്രന് ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉന്നത കുലജാതനാണോ? അല്ല, വെറും ആനയായിരുന്നു അല്ലേ. പിന്നെയോ അറിവുണ്ടായിരുന്നില്ല, പഠിപ്പുണ്ടായിരുന്നില്ല, സമ്പത്ത് ഉണ്ടായിരുന്നില്ല അല്ലേ. ആകെ ഒരു താമരപ്പൂവ് അർച്ചിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഭഗവാന്റെ സമക്ഷത്തിലേക്ക് എത്തിയത്, മോക്ഷം നേടിയത് എന്നാ പറയുന്നത്. അതേപോലെ ആഞ്ജനേയസ്വാമി പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ന ജന്മനൂനം മഹദോ ന സൗഭഗം ന വാഗ്ന ബുദ്ധിർനാകൃതി സ്തോഷഹേതു തൈർയദ്വിശിഷ്ടാനഭിനോ വനൗഗസ ചകാര സഖ്യേബദ ലക്ഷ്മണാഗ്രജ. ഉത്കൃഷ്ടമായ കുലമോ അല്ലെങ്കിൽ സൗന്ദര്യമോ വാക്ചാതുര്യോ ബുദ്ധിയോ ശക്തിയോ ഇതുകൊണ്ടൊന്നും ഭഗവാനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ട് കഴിയുള്ളൂ? കേവലമായിട്ടുള്ള ആ ഭക്തി, അത് ഒന്നുകൊണ്ട് മാത്രമേയാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ കഴിയൂ. അല്ലെങ്കിലോ വെറും കാട്ടിൽ കിടക്കണ വാനരന്മാരായിട്ടുള്ള ഞങ്ങളോട് ഭഗവാൻ ഇങ്ങനെ ഒരു കാരുണ്യവിശേഷം എന്തിനാണ് ഉണ്ടാവേണ്ടത് എന്ന് ആഞ്ജനേയസ്വാമി ചോദിക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം, പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിപഹൃതം അസ്നാമി പ്രയതാത്മന. ഭഗവാനെ എങ്ങനെ പ്രസാദിപ്പിക്കുക? പത്രം, ഒരു ഇല കൊണ്ട്. ഉദാഹരണങ്ങളുണ്ട് അല്ലേ. ആരെ ഇല കൊണ്ട് പ്രസാദിപ്പിച്ചേ? പാഞ്ചാലി അല്ലേ, ഒരു ചീരയുടെ ഇല കൊണ്ടാണ് ഭഗവാനെ പ്രസാദിപ്പിച്ചത്. പുഷ്പം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗജേന്ദ്രൻ. ഫലം നമ്മൾ തൊട്ട് മുമ്പ് കണ്ടേ ഉള്ളൂ അല്ലേ. ശബരിയിൽ മതങ്കാശ്രമത്തിലേക്ക് ഭഗവാൻ പോയിട്ട് ശബരിയെ കാണുന്നതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതിൻ്റെ മുന്നത്തെ ദിവസം അനുസ്മരിച്ചിട്ടേ ഉള്ളൂ അല്ലേ.
എങ്ങനെ ശബരി പ്രസാദിപ്പിച്ചത്? ഓരോ പഴം എടുത്തിട്ട് കടിച്ചു നോക്കിയിട്ട്. എന്താ ശബരിയുടെ ഉദ്ദേശം? എന്താ? ഭഗവാനെ ഏറ്റവും മധുരമുള്ള പഴമാണ് കിട്ടാവൂ. അപ്പോൾ നമ്മുടെ കണ്ണിൽ എന്താ ഉച്ചിഷ്ട കൊടുത്തത്, പക്ഷെ ഭഗവാൻ അതൊന്നും കണ്ടില്ല. ഭഗവാൻ ആ ഭക്തിയുടെ മധുരം മാത്രമാണ് ശബരിയുടെ ആ പ്രവൃത്തിയിൽ കണ്ടതെന്നാണ്. അതേപോലെ തോയം, രണ്ടിദേവൻ തോയം വെള്ളം കൊണ്ടാണ് പ്രസാദിപ്പിച്ചത്. അപ്പം ഇങ്ങനെ കേവലമായ ഭക്തി കൊണ്ടാണ് ഭഗവാൻ പ്രസാദിക്കുക എന്ന് പറഞ്ഞത്. കുചേലൻ കുറച്ച് അവിൽ കൊണ്ടാണ് പ്രസാദിപ്പിച്ചത്. കല്ലും മണ്ണും നിറഞ്ഞ അവില് ഇനിയും വേണം ഇനിയും വേണം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ വാരി വാങ്ങിയത്. നമ്മൾ കുചേലോപാഖ്യാനത്തിൽ അനുസ്മരിക്കാറുണ്ട്. അപ്പം ഇവിടെ കഥാഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സുഗ്രീവൻ രാമന് കൊടുത്ത വാക്കൊക്കെ മറന്നു. അങ്ങനെ സുഖലോലുപനായിട്ട് ഇങ്ങനെ കഴിയാണ്. അങ്ങനെ കഴിയുമ്പോൾ ഹനുമാൻ സ്വാമി വന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹനുമാൻ ആഞ്ജനേയ സ്വാമിക്ക് ഒരു ഗുരുവിൻ്റെ സ്ഥാനമാണുള്ളത്. ഗുരു എന്താ ചെയ്യുക? ശിഷ്യന് ഭഗവാനെ കാണിച്ചു കൊടുക്കും. അതാണ് ഗുരുവിൻ്റെ ഒരു ധർമ്മം, അല്ലേ? അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തമേന ചരാചരം തൽപദം ദർശിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമ. അപ്പോൾ ഈ സുഗ്രീവന് ഭഗവാനെ കാണിച്ചു കൊടുത്തത് ആരാ? ഹനുമാൻ സ്വാമിയാണ്. അങ്ങനെയല്ല പറയേണ്ടത്. സുഗ്രീവന് ഭഗവാനെ കാണിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. ഭഗവാനെ എടുത്തിട്ട് സുഗ്രീവന്റെ മുന്നിൽ കൊണ്ടുവച്ച് തോളിലെടുത്തിട്ടല്ലേ കൊണ്ടുപോകാം. രാമലക്ഷ്മണന്മാരെ തോളിൽ വെച്ചിട്ട് ആണ് സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഭഗവാനെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പം അത്രയും വിശേഷപ്പെട്ടൊരു ഗുരുവാണ്. അതേപോലെ തന്നെ രണ്ടാമത് ചെയ്യുന്നതാണ് എന്ത്? ആപത്ത് വരുമ്പോൾ സതുപദേശം നൽകിയിട്ട് ശിഷ്യനെ ഉണർത്തുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഇവിടെ ആഞ്ജനേയ സ്വാമി ചെയ്യുന്നത്. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പം അങ്ങനെ സുഗ്രീവന് ഉപദേശം എന്താ പറയുക, ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ മറക്കുമ്പോൾ വന്നിട്ട് ഉപദേശം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഗുരുസ്ഥാനത്താണെന്ന് പറയുന്നത്. ഗുശബ്ദസ്തു അന്ധകാരസ്യ രുശബ്ദസ്തൻ നിരോധക. അന്ധകാര നിരോധിത്വാൽ ഗുരുരിത്യ അഭിധീയത എന്നാ പറയാം. ഗു എന്ന ഇരുട്ട് അല്ലെങ്കിൽ അജ്ഞാനം, ആ അജ്ഞാനത്തിനെ അകറ്റുന്ന ആളാണ് ഗുരു എന്നാണ് പറയുന്നത്. എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം അങ്ങനെ സുഗ്രീവന് പറഞ്ഞു ഉണർത്താണ്. കേൾക്കാ കപീന്ദ്ര നിനക്കുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം വരുത്തി രഘൂത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചിലേതുമേ എന്നുടെ മനസ്സേ തോന്നുന്നതിൻ ഇന്നഹോ ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായി താരയുമായിരുന്നിടു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ അദ്യവാശോവാ പരശോധവാദവാ മൃത്യു ഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അപ്പോൾ നീ ഭഗവാന് കൊടുത്ത വാക്കൊക്കെ മറന്നു, ഇങ്ങനെ കഴിയുന്നത് ശരിയല്ല. അങ്ങയുടെ ജ്യേഷ്ഠനായിട്ടുള്ള ബാലിയുടെ ഗതി അങ്ങക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ പറഞ്ഞു പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഒരു സുഭാഷിതമുണ്ട്, ന കശ്ചിൽ കസ്യജിൻ മിത്രം ന കശ്ചിൽ കസ്യജിൽ രിപു വ്യവഹാരേണ ജായന്റെ മിത്രാണി രിപവസ്തഥ. അതായത് ഈ ജീവിതത്തിൽ നമുക്ക് ശത്രുക്കളും മിത്രങ്ങളൊന്നും ശാശ്വതമായിട്ടില്ല. ഇന്നത്തെ മിത്രങ്ങൾ തന്നെ നാളെ ശത്രുക്കളാവാൻ വലിയ പണിയൊന്നുമില്ല. വ്യവഹാരം കൊണ്ടാണ്, അതായത് ജീവിതത്തിൻ്റെ എന്താ പറയുക ഇടപഴകൽ കൊണ്ടാണ് നമുക്ക് ശത്രുത്വം അല്ലെങ്കിൽ മിത്രത്വം ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം അങ്ങക്കൊരു ഉപകാരം ചെയ്തു തന്നു ആര്? ശ്രീരാമചന്ദ്രസ്വാമി. അങ്ങ് ഈ ഉപകാരം മറന്ന് ആ വാക്കൊക്കെ പാലിച്ചിട്ടില്ലെങ്കിൽ അത് നേരെ ശത്രു മിത്രമാവാൻ വലിയ പണിയൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇത് നമുക്കും കൂടിയുള്ളൊരു പാഠമാണ്. ഈ രാമായണത്തിലെ ഓരോ വരിയിലും ഓരോ പാഠങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എന്ത് ചെയ്യണം? മിത്രത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. മിത്രങ്ങളെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ ശത്രുത്വം ഉണ്ടാവും ആൾക്കാരോട്. അതെന്താ വെച്ചാൽ നമ്മുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ച് നിൽക്കുക എന്നാ പറയാം, അല്ലേ? അല്ലാതെ ശത്രുത്വം കൂടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടരുത്. എന്താ ചെയ്യുക? അത് അയാളുടെ സ്വഭാവമാണ്, അയാളനുസരിച്ച് മുന്നോട്ട് പോകട്ടെ.
അപ്പം എൻ്റെ സ്വഭാവമായിട്ട് ഞാനും പോകാം. അതല്ലാതെ തീയോണ്ട് തീനെ അണയ്ക്കാൻ പറ്റില്ലല്ലോ, വൈരം കൊണ്ട് വൈരം കൂടുകയുള്ളൂ, അല്ലാതെ കുറയില്ല. അപ്പോൾ ശത്രുത്വവും മിത്രത്വവും ഒക്കെ എന്താ പറയുക, ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയാം. പരസ്പരം ഭാവയന്ത ശ്രേയ പരം അവാപ്സ്യത എന്ന് ഗീതയിൽ പറയണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പം ഇങ്ങനെയുള്ള വാക്കുകൾ സുഗ്രീവനെ ഉണർത്തുകയാണ്. അപ്പോൾ സുഗ്രീവനും പറയുന്നുണ്ട്, സത്യമത്രേ നീ പറഞ്ഞതോ നിർണയം, ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തും എത്തുകയില്ലല്ലോ. ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടെങ്കിൽ ഒരു രാജാവിന് ഒരു അപകടം വരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, സത്വരമെന്നുടെ ആജ്ഞയോടും ഭവാൻ പത്തു ദിക്കിങ്കലേക്കും അയച്ചിടണം. അപ്പോൾ വാനരന്മാരൊക്കെ 10 ദിക്കിലേക്കും അയച്ചിട്ട് വേഗം സീതാന്വേഷണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുക്കുകയാണ്. പിന്നെ വരുന്നത്, അടുത്ത ഭാഗം വരുന്നത് ശ്രീരാമൻ്റെ വിരഹതാപമാണ്. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ ദീനനെ പോലെ ദുഃഖിതനെ പോലെ ആർത്തനായിട്ട് ഇങ്ങനെ വിലപിക്കുകയാണ് സീത കൊണ്ടുള്ള വിരഹം. അപ്പം ഇതും നേരത്തെ പറഞ്ഞ പോലെ ശ്രീരാമസ്വാമി ഇത്രയും മോശക്കാരനാണ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനല്ലല്ലോ. എന്താണ് അവിടെ എന്താ പാഠം, എന്താണ് അവിടെ? എന്തിനാ ശ്രീരാമാവതാരം? എന്തിനാണ്? സ്ത്രീ പുംപ്രസംഗേതാദൃ സർവത്ര ത്രാസമാവഹ അഭീശ്വരാണാം കിമുദ ഗ്രാമ്യസ്യ ഗൃഹചേതസ. സ്ത്രീ പുരുഷന്മാരുടെ പരസ്പരമുള്ള ഈ സംഘം അല്ലെങ്കിൽ ആസക്തി, അത് എല്ലായിടത്തും സംസാര ക്ലേശത്തിന് ഉണ്ടാക്കുമെന്ന് കാണിക്കാനാണ്. അപ്പോൾ ഈശ്വരനായിട്ടുള്ള രാമന് പോലും ഇങ്ങനെ വരിക വെച്ചാൽ പിന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്ക് എന്താ പറയാനുള്ളത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. എങ്ങനെയുള്ള മനുഷ്യന്മാരെ? ഗ്രാമ്യസ്യ ഗൃഹചേതസ, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, ഇങ്ങനെ തുച്ഛമായ വിഷയങ്ങളിൽ മനസ്സ് വെച്ചിരിക്കണ ലൗകികരായുള്ള മനുഷ്യരുടെ കാര്യം പിന്നെ പറയാണ്ടോ? ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ രാമാവതാരം എന്നാ പറയുന്നത്. രക്ഷോധമേന മൃഗവൽ വിപിനേ സമക്ഷം വൈദേഹരാജദുഹിതര്യഭയാപിതായാം ഭ്രാത്രാവനേ കൃപണവൽ പ്രിയയാവിയുക്ത സ്ത്രീ സംഗീനാം ഗതിമിതി പ്രധയം ശചാരാം. രാമൻ എങ്ങനെ നടന്നു എന്നാണ്? ചെന്നായെ പോലെ രാവണൻ സീതയെ അപഹരിച്ചപ്പോൾ ലക്ഷ്മണനും ഒത്തിട്ട് കാട്ടിലൂടെ അല്ലെങ്കിൽ പൃഥ്വിയിലൂടെ, ഭൂമിയിലൂടെ ഒരു എന്താ പറയുക, ദീനനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ സംഘത്തിൽ അല്ലെങ്കിൽ പുരുഷ രണ്ടുണ്ട്, സ്ത്രീ സംഘം ഒറ്റ ഇതായിട്ട് പറയണമെന്നേ ഉള്ളൂ. ഇങ്ങനെ പരസ്പരം ഉള്ള സംഘം കൊണ്ട് ഉള്ള ഗതി ഇതാണ്, ഇങ്ങനെ വിലപിച്ച് നടക്കേണ്ടി വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ അങ്ങനെ നടന്നതെന്നാണ്. ഇത് ഭാഗവതത്തിലുള്ള ശ്ലോകം അപ്പോൾ ചൊല്ലിയത്. അത് ശ്രീശുക ബ്രഹ്മർഷിയാണ് ചൊല്ലുന്നത്. ശ്രീശുക ബ്രഹ്മർഷിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അദ്ദേഹത്തിന് സംഘമൊന്നുമില്ല എന്നാണ്. ജനിച്ചു വീടാനുള്ളത് എന്താ ചെയ്ത്? തിരിഞ്ഞു നോക്കാതെ പോവുക ചെയ്തത്. അച്ഛനായിട്ടുള്ള വേദവ്യാസ മഹർഷി പുത്രാന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കും കൂടിയും ചെയ്യാതെ, അങ്ങനെ ഒരു ശ്ലോകം ഉണ്ട് അല്ലേ? യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹഗാദര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനദോസ്മി. അപ്പം അങ്ങനെ ദുഃഖത്തോടു കൂടിയിട്ട് വേദവ്യാസ മഹർഷി മകനെ വിളിച്ചപ്പോൾ, ശ്രീശുകനെ വിളിച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കും കൂടിയും ചെയ്തില്ല എന്നാണ്. പിന്നെ ആരാ അതിന് മറുപടി കൊടുത്തത്? വൃക്ഷങ്ങളാണ്. സമീപത്തുണ്ടായിരുന്ന വൃക്ഷങ്ങളൊക്കെ വിളി കേട്ടു എന്നാ പറയാം. ശ്രീശുക മഹർഷി അത്രയും ഉയർന്ന സ്ഥിതിയിലെത്തിയോണ്ട് അത് കേട്ടതേ ഇല്ല. എന്നാൽ സർവഭൂത ഹൃദയമായിട്ട് എല്ലാവരെയും ഹൃദയമായി തീർന്നുള്ളതുകൊണ്ട് മരങ്ങൾ കൂടി വിളി കേട്ടു എന്നാണ് അവിടെ പറയുക. അപ്പം അങ്ങനെയുള്ള ശ്രീശുക മഹർഷിയാണ് പറയുന്നത്, സ്ത്രീസംഘം കൊണ്ടുള്ള ഈ ബുദ്ധിമുട്ട് അത് മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാമാവതാരം എന്നാണ് പറയുന്നത്. മർത്യാവതാരസ്ത്വിഹ മർത്യശിക്ഷണം രക്ഷോവധായൈവ ന കേവലം വിഭോ കുതോന്യതസ്യാൽ രമതസ്വാത്മനാ സീതാകൃതാനി വ്യസനാനീശ്വരസ്യ. മർത്യാവതാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? രാവണനെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല, രാവണവധം എന്നുള്ളത് കേവലം അതിനുപരി മർത്യശിക്ഷണം, മനുഷ്യന്മാർക്ക് ശിക്ഷണം കൊടുക്കാൻ, മനുഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഭഗവാനായിട്ടുള്ള രാമന് ഇങ്ങനെ സീതയെ വിട്ടുപോയി അല്ലെങ്കിൽ വിരഹം കൊണ്ടുള്ള ദുഃഖമോ അല്ലെങ്കിൽ വിഷമമൊന്നും വരില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെ വിരഹ താപം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഒരു പാഠം നൽകാൻ വേണ്ടിയിട്ടാണ്. മേൽപ്പത്തൂർ ഒന്നും കൂടി കടത്തിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ?
സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്ഥിർനിരാഗസ്ത്യജനമപി ഭവേൽ കാമധർമാതിസക്രിയ നോചേൽ സ്വാത്മാനുഭൂതേ കൊനു തവ മനസ്സോ വിക്രിയാ ചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. അവിടെ എന്താ പറയുന്നത്? ഈ രാമാവതാരം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിലായാലും അല്ലെങ്കിൽ കാമത്തിലായാലുള്ള ആസക്തി, അതുകൊണ്ടുള്ള വിഷമങ്ങൾ, കാമത്തിലെ ആസക്തി വന്നപ്പോൾ സീതയെ ത്യജിക്കേണ്ടി വന്നു അല്ലേ? അതേപോലെ അല്ലെങ്കിൽ തൻ്റെ രാജ്യം, തൻ്റെ പിതാവ് എല്ലാവരെയും വിട്ടു പോകേണ്ടി വന്നു അല്ലേ? കാമം കൊണ്ട് സീതയെ പിരിയേണ്ടി വന്നു. ധർമ്മം കൊണ്ട് അവസാനം സീതയെ ലക്ഷ്മണനെ ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ഒന്നും അമിതമായ നല്ലതല്ല എന്ന് പഠിപ്പിക്കുകയാണ് അവിടെ എന്നാണ്. അധികാമാൽ ദശഗ്രീവോപ്യതിലോഭാൽ സുയോധന അതിദാനാൽ ഹതകർണ അതി സർവത്ര വർജയേൽ. ഒന്നും അധികാവരുതെന്നാണ് പറയുന്നത്. അധികാമാൽ ദശഗ്രീവോ, കാമ അധികായുണ്ട് രാവണൻ സ്വന്തം ജീവനും എല്ലാം നഷ്ടപ്പെടേണ്ടി വന്നു അല്ലേ? രാവണന്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ സുയോധന എന്ന് വെച്ചാൽ ദുര്യോധന ലോഭായിരുന്നു, അതിലോഭായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആദ്യം കൃഷ്ണൻ പറയുന്നുണ്ട് പകുതി രാജ്യം കൊടുക്കാൻ പറയുന്നുണ്ട്. പിന്നെന്ത് പറഞ്ഞു? പകുതി രാജ്യം കൊടുക്കില്ല. അപ്പോൾ പിന്നെ 5 ഗ്രാമങ്ങളെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു. അതും പറ്റില്ല. 5 വീട് ഇല്ല. അങ്ങനെ അവസാനം എന്തുണ്ടായി? സ്വന്തം പ്രാണനും മഹാഭാരത യുദ്ധമൊക്കെ ഉണ്ടായി. അതെന്ത് എന്തുകൊണ്ടുണ്ടായത്? അതിലോഭാലാണ്. അതേപോലെ തന്നെ മഹാഭാരതത്തിൽ തന്നെ വേറെ കഥാപാത്രമാണ് ആര്? കർണൻ എന്തായിരുന്നു വീക്ക്നെസ് അല്ലെങ്കിൽ ദൗർബല്യം? എന്തായിരുന്നു? ദാനമായിരുന്നു. ദാനത്തിലായിരുന്നു അമിതമായിട്ടുള്ള ആസക്തി അല്ലേ? ആ കഥ അറിയാലോ. ഇന്ദ്രൻ വന്നിട്ട്, അർജുനന്റെ അച്ഛനാണല്ലോ ഇന്ദ്രൻ വന്നിട്ട് കവചകുണ്ടലങ്ങൾ, കർണൻ ജന്മന ഉള്ളതാണ് ഈ കവചകുണ്ടലങ്ങൾ. ജനിക്കുമ്പോൾ തന്നെ കവചവും കുണ്ടലങ്ങളും സൂര്യഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയതാണ്. അപ്പോൾ ഇന്ദ്രൻ വന്ന് യാചിക്കുകയാണ് അർജുനന് വേണ്ടിയിട്ട്, കർണനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇന്ദ്രനാണെന്നും അർജുനന്റെ അച്ഛനാണെന്നും പറഞ്ഞിട്ടും ആ ദാനശീലത്തിൽ നിന്ന് കർണൻ വ്യതിചലിച്ചില്ല. അതുകൊണ്ട് എന്തുണ്ടായി? കർണന്റെ ജീവനും അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിദാനാൽ ഹതകർണ, കർണനും അങ്ങനെ അമിതമായതുകൊണ്ട്. അപ്പം ആദ്യം പറഞ്ഞത് കാമം കൊണ്ട്, രണ്ടാമത് പറഞ്ഞത് ലോഭം കൊണ്ട്, മൂന്നാമത് പറഞ്ഞത് ദാനം കൊണ്ട്. ദാനമൊക്കെ വളരെ നല്ല ഗുണമാണ്. പക്ഷേ അതും അമിതമായാലും അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ എന്താണ്? നാശത്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ്. ഒന്നും അമിതമാവരുത് എന്ന് പറഞ്ഞു തരികയാണ്. എന്തായാലും ഈ അതി എന്നുള്ളത് വർജിക്കന്നെ വേണം. അതിമോഹമായാലും അതിബുദ്ധി ആയാലും അതിസാമർഥ്യമായാലും. ഈ സാമർഥ്യമൊക്കെ നല്ലതാണ്, പക്ഷെ അത് അധികമായ അതിസാമർഥ്യമായി അല്ലേ? അപ്പം ഇതൊക്കെ വർജിക്കുക തന്നെ വേണമെന്നാണ് പറയുന്നത്. ജീവിക്കാൻ നമുക്ക് ഭക്ഷണം വേണമെന്ന് പറയും അല്ലേ? ജീവിക്കാൻ ഭക്ഷണം വേണം, പക്ഷെ ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിച്ചാലോ അത് നല്ലതല്ല അല്ലേ? ഒരു കഥ പറയാറുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു പന്തിയിലെ ആൾക്കാർ ഉണ്ണായിരിക്കുകയാണ്, ഇലയൊക്കെ ഇട്ടിട്ട് വിളമ്പാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു എന്തിനാ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഉണ്ണാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആളോട് ചോദിച്ചു എന്തിനാ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അയാളും പറഞ്ഞു ഉണ്ണാൻ. എന്താ സംശയം? ഉണ്ണാൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾ തന്നെ പറഞ്ഞു ഉണ്ണാനായിരിക്കണമെന്ന് പറഞ്ഞു. നാലാമത്തെ ആൾ പറഞ്ഞു ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. എന്താ രണ്ട് തമ്മിൽ വ്യത്യാസം? ഉണ്ണാൻ വേണ്ടി ഇരിക്കുന്നതും ഇരിക്കാൻ വേണ്ടി ഉണ്ണതും വ്യത്യാസം ഉണ്ടല്ലേ? അപ്പം നമ്മളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണാനായിട്ട് ഇരിക്കരുത്. എന്ത് ഈ എല്ലാം ഈ അതി എന്നുള്ളിടത്തൊക്കെ മതി എന്നുള്ളൊരു ബോധം വരണം. അതും കൂടിയാണ് ഇവിടെ പഠിപ്പിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് രാമാവതാരം മർത്യനായിട്ട് മനുഷ്യനായിട്ടാണ് അവതരിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ഭാഗം പറയുകയാണെങ്കിൽ ലക്ഷ്മണന്റെ പുറപ്പാടാണ്. ലക്ഷ്മണൻ സുഗ്രീവനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ കിഷ്കിന്ധയോടും ദഹിച്ചു പോമിപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലനജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ. അങ്ങനെ പറയണു. അങ്ങനെ ആദ്യം പോയി കാണുന്നത് അംഗദനെയാണ് അല്ലേ? അംഗദനെ കാണുന്നു. അപ്പോൾ അംഗദൻ ഓടിച്ചെന്നിട്ട് ലക്ഷ്മണസ്വാമിയെ നമസ്കരിക്കണു. അപ്പോൾ ലക്ഷ്മണസ്വാമി പറഞ്ഞു ഗച്ഛവത്സത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ക കാര്യം പിഴയ്ക്കുമെന്നാശു നീ ഇച്ഛയായുള്ളതു ചെയ്തു മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം അവിളംബിതം വരും
ഉഗ്രനാമഗ്രജനെന്നോടു ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു. സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലീതനയനും തന്നിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. അപ്പം അങ്ങനെ അംഗദൻ സുഗ്രീവനെ ചെന്ന് കണ്ടിട്ട് പറയണു, ലക്ഷ്മണൻ വന്നിട്ടുണ്ട്, ഗോപുരത്തിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സുഗ്രീവൻ ആഞ്ജനേയസ്വാമി അതേപോലെ താരയും പറഞ്ഞയക്കുകയാണ് ഈ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആഞ്ജനേയസ്വാമിയും അതേപോലെ ആഞ്ജനേയസ്വാമിയും താരയും ഈ ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചു. അങ്ങനെ പിന്നെ 3 പേരും കൂടി എന്ത് ചെയ്യാണ്, ഭഗവാന്റെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്തേക്ക് അവരും വാനര സൈന്യം ഒക്കെ പാടെ പുറപ്പെട്ടു പോകുന്നു. അങ്ങനെ സീതാന്വേഷണത്തിലുള്ള ഏർപ്പാടൊക്കെ ചെയ്യാണ്. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ബേരി മൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗദാദ്യൈരലമഞ്ജസാവാനര സേനയോടും തഥാ ചാമരശ്വേതാദപത്രവ്യജനവാൻ സാമര സൈന്യനഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു ആമോദമൂടു നടന്നു കപീവരൻ ഗക്വരോദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വല മാനസം ചീരജിനാധരം ശ്യാമം ജടാമകുടോയോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കപീവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികേ വീണു പൂരിച്ച ഭക്തിയ നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരേ വീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നിടിനാൻ സൗഖ്യമല്ലീ ഭവാൻ എന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ സവിധത്തിൽ വെച്ചിട്ട് സുഗ്രീവൻ വാനരന്മാരെ ഓരോ ഭാഗത്തേക്കും ഓരോരുത്തരായിട്ട് അല്ലെങ്കിൽ 100,000 കപി വീരന്മാർ പോകണം ഓരോ ദിശീപട നായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണാദിക്കിൻ അത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം ഏണാങ്കശേഖരൻ തന്നാണ് നിർണയം. അപ്പം അങ്ങനെ ദക്ഷിണ ഭാഗത്തേക്കുള്ള ആ സംഘത്തിൽ അംഗദനും ജാമ്പവാനും മൈന്ദനും വിവിധനും തുങ്കനും നളനും ശരഭനും സുഷേണനും ഒക്കെ ഉണ്ടായിരുന്നു. സാക്ഷാ ആഞ്ജനേയസ്വാമി ഉണ്ടായിരുന്നു. അങ്ങനെ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ സീതയെ കണ്ടെത്തിയിട്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ പ്രാണാന്തികം ദണ്ഡും ആശു ഭുജിക്കണമേണ അംഗശേഖരൻ തന്നാണേ നിർണയം. അല്ലെങ്കിലോ ജീവൻ തന്നെ പോകും, കഴുത്ത് തന്നെ പോകുമെന്നുള്ള ഉഗ്രശാസനം കൊടുത്തു. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്, സുഗ്രീവാജ്ഞ എന്നൊരു പ്രയോഗമുണ്ട് അല്ലേ, സുഗ്രീവാജ്ഞ കൊടുത്തു. ഇത്തം കവികൾ പുറപ്പെട്ടു നേരത്തു ഭക്രിയാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. അപ്പോൾ ഹനുമാൻ സ്വാമി ഇതൊക്കെ കേട്ട് തൊഴുതിട്ട് ഭക്തി കൊണ്ട് ഇങ്ങനെ തൊഴുതി നിൽക്കുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അത്രേ, മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ രാമനാമാങ്കിതമാമങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാളവാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനാൻ. അപ്പോൾ ഹനുമാൻ സ്വാമി പ്രത്യേകം വിളിച്ചിട്ട് കയ്യിലെ അങ്കുലിയം കൊടുത്തു, മുദ്രമോതിരം കൊടുത്തു. അതേപോലെ തന്നെ
ഭഗവാനും സീതാദേവിക്കും മാത്രം അറിയുന്ന ഒരു അടയാള വാക്യം പറഞ്ഞു കൊടുത്തു എന്നാണ്. അങ്ങനെ പറഞ്ഞേക്കാണ്. അങ്ങനെ വാനരസംഘം സീതാന്വേഷണത്തിനായിട്ട് യാത്ര ചെയ്യാണ്. നാനാ നഗര ഗ്രാമപ്രദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പുക്കു തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതിക്രൂരനായൊരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കപീവരന്മാരെല്ലാം. നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. അപ്പം അങ്ങനെ പോകുമ്പോൾ നാടും നഗരവും ഗ്രാമവും നഗരവും ഒക്കെ താണ്ടി പോകുമ്പോൾ ഒരു രാക്ഷസനെ കണ്ടു. അവിടെ രാക്ഷസനെ നിഗ്രഹിച്ചു എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇത് രാവണനല്ല എന്ന് പറഞ്ഞിട്ട് യാത്ര തുടരുകയാണ്. അങ്ങനെ അന്ധകാരാരണ്യമാശു പൊക്കിയിടിനാൻ. അന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്ക കണ്ടോഷ്ടതാലു പ്രദേശത്തോടും മർക്കട വീരുണങ്ങി വരണ്ടൊരു ജിക്കോയോടും നടന്നൊരു നേരത്തു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. അപ്പം അങ്ങനെ ദാഹിച്ചു വലഞ്ഞ് അവരിങ്ങനെ സീതാന്വേഷണം നടക്കുമ്പോൾ ഒരു ഗുഹ കണ്ടു എന്നാണ്. അപ്പോൾ അതിൻ്റെ സമീപത്തു നിന്ന് പക്ഷികളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. പക്ഷികളുടെ ചിറകിലും കൊക്കിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികളുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കി ഈ ഗുഹയുടെ ഉള്ളിൽ വെള്ളം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി നോക്കിയെന്നാണ്. നല്ല ജലമിതിലുണ്ടെന്നു നിർണയം, എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നെ ഇറങ്ങി നടക്കുമ്പോൾ കണ്ടു കാണാഞ്ഞേതിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നോരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലമ്മാർ അതിധന്യദേശ സ്ഥലം. അങ്ങനെ ഗുഹയുടെ ഉള്ളിൽ നോക്കിയപ്പോഴോ സ്വർണമയം മനോമോഹനം കാണുവാർ കണ്ണിനുമേറ്റം ആനന്ദകരം പരം. വാപികളുണ്ടു, അതിലൊരുപാട് കിണറുകളുണ്ടായിരുന്നു, തടാകങ്ങളുണ്ടായിരുന്നു, സ്വർണ്ണമയമായിട്ടുള്ള. അതേപോലെ വൃക്ഷങ്ങൾ, കൽപ്പദ്രുമ പാരിജാതത്തിന് തുല്യമായിട്ടുള്ള വൃക്ഷങ്ങൾ, ഫലങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള അങ്ങനെ പേയ ഭക്ഷ്യ അന്നസഹിതം കുടിക്കാനും തിന്നാനും ഒക്കെയുള്ള ഒരുപാട് വസ്തുക്കൾ അവിടെ കണ്ടു എന്നൊക്കെ അവിടെ പറയണു. പിന്നെയോ മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചന വിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടോരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചലാധ്യാന നിരതയായി പാവകജ്വാല സമാഭാകലർന്നതി പാവനയായ മഹാഭയെ കണ്ടു. അപ്പോൾ അവിടെ ഒരു ഗുഹയുടെ ഉള്ളിൽ ധ്യാനത്തിലിരിക്കണ ഒരു യോഗിനെ കണ്ടു എന്നാണ്. അത് സ്വയംപ്രഭ എന്നുള്ള ആ യോഗിനിയായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് പറയണം, എന്താ ഇപ്പോൾ ഇവിടെ വന്നത് എന്നൊക്കെ പറയണമെന്ന് സ്വയംപ്രഭ വാനരന്മാരോട് ചോദിക്കണു. അപ്പോൾ അവർ ആ വൃത്താന്തം മുഴുവൻ പറയണു. രാമൻ്റെ സീതയെ കൊണ്ടുപോയതും അങ്ങനെ സുഗ്രീവൻ്റെ ആജ്ഞാലി ഇവിടെ വന്നെത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ അവിടുന്ന് ആരാണെന്ന് സ്വയംപ്രഭയോട് ചോദിക്കുമ്പോൾ സ്വയംപ്രഭ പറയണു, വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ ദിവ്യ സംവത്സരാണാമയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹാപുര തൽസഖി ജ്ഞാനിക നാംനാ സ്വയംപ്രഭ സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലാഗാത്രിയും എന്നോടു ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കളത്ര വരികയുമില്ലല്ലോ ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. അപ്പം അങ്ങനെ ഞാൻ സ്വയംപ്രഭ എന്നു പേരുള്ള യോഗിനിയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഹേമ എന്ന് പറഞ്ഞിട്ട് വിശ്വകർമാവിൻ്റെ മകളായിട്ടുള്ള ഹേമയുടെ തോഴിയായിരുന്നു ഞാൻ സ്വയംപ്രഭ തോഴിയായിരുന്നു. അങ്ങനെ ഈ ഹേമ നൃത്തം കൊണ്ട് മഹാദേവനെ തന്നെ പ്രസാദിപ്പിച്ചു. അതിൻ്റെ പാരിതോഷികമായിട്ട് പ്രസാദിച്ചിട്ട് മഹാദേവൻ നൽകിയതാണ് ഈ സ്ഥലമെന്നും
ഇങ്ങനെ ഒരുപാട് കാലം ഭഗവത് സ്മരണയോടുകൂടി ഇരുന്ന ഹേമ ഭഗവത്പാദം പൂകിയെന്നും ഒക്കെ പറയാണ്. അപ്പോൾ ഞാനും കൂടെ ഹേമയുടെ കൂടെ പോകട്ടെ എന്ന് വെച്ചാൽ ഹേമ പറഞ്ഞു, അല്ല നീ വരാറായിട്ടില്ല, ഇനി ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ നിയോഗാർത്ഥം ഈ വാനരന്മാർ ഇവിടെ വരും സീത അന്വേഷിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ട സൽക്കാരവും അതേപോലെ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തിട്ട് മതി ഭഗവാനെ പ്രാപിക്കാമെന്ന് ഹേമ പറഞ്ഞു എന്നും അതനുസരിച്ചിട്ട് അനേകായിരം കൊല്ലം തപസ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഞാൻ എന്നൊക്കെ സ്വയംപ്രഭ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ഗുഹയിലിരുന്നിട്ട് തപസ് ചെയ്യണ സ്വയംപ്രഭയെ കണ്ടത്. അപ്പോൾ നമുക്ക് തപസ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും, ഇത് മുനിമാർക്ക് മഹർഷിമാർക്ക് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ സന്യാസിമാർക്ക് ചെയ്യാനുള്ളതാണ്. നമുക്കതൊന്നും ബാധകമല്ല. അതൊക്കെ എങ്ങനെയൊക്കെ കഴിയുക? കാട്ടിൽ പോയിരിക്കണ്ടേ, അല്ലെങ്കിൽ ഇതേപോലെ വല്ല ഗുഹയിലും പോയിരുന്നാലല്ലേ തപസ് ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങനൊന്നും അല്ല എന്നാ. ഈ തപസ് എന്താന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാ. എന്താ തപസ്? ശങ്കരാചാര്യസ്വാമികളുടെ അഭിപ്രായത്തിൽ മനസ്സശ്ച ഇന്ദ്രിയാണാം ച ഐകാഗ്ര്യം പരമം തപ എന്നാണ് പറയുക. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഐകാഗ്രമാണ് തപസ്. മനസ്സിനെയും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ തപസ്സുകളാണ് പറയുന്നത്. വെറും കഥകൾ പറഞ്ഞതിന് വരി കുറച്ച് തത്വങ്ങൾ പറയാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത അല്ലെങ്കിൽ മനസ്സിനെ ഉയർന്ന നിലയിൽ വയ്ക്കുക, അതാണ് തപസ് എന്ന് പറയുന്നത്. മനസ്സിന് സ്വഭാവമുണ്ട്. എന്താ അതിൻ്റെ സ്വഭാവം? ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം വഹന്തി വാസനാസരിൽ പൗരുഷേണ പ്രയത്നേന യോജനീയ ശുഭേപതി എന്നാണ് യോഗവാസിഷ്ടത്തിൽ പറയുന്നത്. മനസ്സെന്ന് പറഞ്ഞൊരു നദിയെ പോലെയാണെന്നാണ്. അത് ശുഭത്തിലൂടെ ഒഴുകും അശുഭത്തിലൂടെ ഒഴുകും. അങ്ങനെ ഒരു ഒഴുകുന്നൊരു നദിയാണ് മനസ്സെന്നാണ് പറഞ്ഞത്. അതായത് മനസ്സ് ഈച്ച പോലെയാണെന്ന് പറയാറുണ്ട്. ഈച്ച ഏറ്റവും നല്ല മൈസൂർ പാക്കിലും പോയിരിക്കും, അടുത്ത നിമിഷം അത് മലിനമായ വസ്തുക്കളിലും പോയിരിക്കും. ഒരു പണിയില്ല. അപ്പം നമ്മളിപ്പോൾ ഇവിടെ സത്സംഗത്തിലിരിക്കുകയാണ്, രാമായണമൊക്കെ വായിച്ച് രാമായണമൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കണു. നല്ല ഉയർന്ന നിലയിലാണ് മനസ്സ്. ഇതേ മനസ്സ് എപ്പോഴും ഇങ്ങനെ ഇരിക്കില്ല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അമ്പലമൊക്കെ വിട്ടുപോയി അവനവൻ്റെ വീടൊക്കെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തോന്നും ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സീരിയലൊന്നും എവിടെ എന്തായിന്നോ നോക്കുക. അപ്പോൾ സീരിയലൊക്കെ കാണുന്നത് കുറഞ്ഞുണ്ട് ആൾക്കാർക്ക്. നല്ല കാര്യം എന്ന് വിചാരിക്കേണ്ട. അതിനേക്കാൾ വലിയൊരു ഭസ്മാസുരാണ് കയ്യിൽ. മറ്റേ ടി വിയൊക്കെ പോയി അവിടെ പോയിരുന്നിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇത് എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? മൊബൈലിൽ തന്നെ ഇപ്പോൾ എല്ലാം കാണാം. മൊബൈൽ ഇങ്ങനെ നോക്കുക. അപ്പം മനസ്സിൻ്റെ കാര്യം പറയുന്നത് ഉയർന്ന സ്ഥിതിയിലിരിക്കും, അടുത്ത നിമിഷം തന്നെ അതെന്ത് ചെയ്യും? നേരെ തിരിച്ചു ആവും. അപ്പം മനസ്സിനെ നമ്മളെ ശ്രമം കൊണ്ട്, സത്സംഗം കൊണ്ട്, ബോധപൂർവമുള്ള ശ്രമം കൊണ്ട് മനസ്സിനെ ഉയർന്ന നിലയിൽ വെക്കണം. അതൊരു തപസ്സാണെന്ന് പറയാം. യഥോ നിശ്ചരതി മനസ്സഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യേതൽ ആത്മന്യേവ വശം നയേ എന്നാണ് ഗീതയിൽ പറയുന്നത്. എന്തെന്ത് കാരണങ്ങൾ കൊണ്ടാണോ മനസ്സ് ഈ അശുഭങ്ങളിലേക്ക് പോകുന്നത്, അശുഭ കാര്യങ്ങളിലേക്ക് പോകുന്നത്, അവിടുന്ന് ബോധപൂർവം ഉപായപൂർവ്വം മനസ്സിനെ അവിടുന്ന് വിനിവർത്തിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഉയർന്ന നിലയിൽ വെക്കണം, ഭഗവത് കാര്യങ്ങളിൽ വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിനെ ഇങ്ങനെ ഒന്ന് വേറിട്ട് നോക്കണൊരു ശീലം ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ മനസ്സെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടിയുടെ പോലെ എന്നാ പറയാം. ചെറിയ കുട്ടികൾക്ക് ഭയങ്കര വാശിയാവും. അവരാദ്യം ഒന്ന് വാശി പിടിച്ച് നോക്കും. ആ വാശി വലിയൊരു മൈൻഡ് ചെയ്തിട്ടെങ്കിലോ കാര്യമാക്കിയിട്ടെങ്കിലോ അവർ പിന്നെ നമ്മുടെ വഴിക്ക് തന്നെ പോരും ചെയ്യും. ഇതേപോലെ നമ്മുടെ മനസ്സാണ്, നമ്മളാണോ മനസ്സല്ല, മനസ്സ് വേറെയാണ്. ഇപ്പോൾ നമ്മൾ എൻ്റെ കാറ് അല്ലെങ്കിൽ എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ കയ്യ് എന്നൊക്കെ പറയണ പോലെ എന്താ പറയുന്നത്? എൻ്റെ മനസ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനല്ല മനസ്സ് വേറെയാണ്. അപ്പോൾ ഒന്ന് ഉയർന്ന് നിൽക്കാം, മനസ്സിന് ഉപരിയായിട്ടൊന്ന് നിന്നിട്ട് അതിനൊന്ന് വീക്ഷിക്കാം. ഇതിപ്പോൾ എങ്ങടെ പോണത്? ഒരു കുട്ടിയെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കില്ലേ? ചെറിയ കുട്ടികളെ എങ്ങടെയൊക്കെ പോകണം, എന്തൊക്കെ അബദ്ധം ചെയ്യണം ഒക്കെ ശ്രദ്ധയോടുകൂടി നോക്കില്ലേ? അതേപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ഇതിപ്പോൾ എങ്ങോട്ടാ പോണത്, എന്താ അതിൻ്റെ ഗതി, നല്ല കാര്യത്തേക്കാണോ പോണത്, ചീത്ത കാര്യത്തേക്കാണോ പോണത്, ഇങ്ങനെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുവരുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പം അത് എളുപ്പമാണോ വെച്ചാൽ അതുകൊണ്ട് കേവലം ശ്രമം കൊണ്ട് മാത്രം സാധ്യമോ എന്ന് ചോദിച്ചാൽ അല്ല, അതിന് വേറെയും കാര്യങ്ങൾ വേണം. അതിന് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ആഹാരശുദ്ധി. നമ്മൾ കഴിക്കണ ആഹാരശുദ്ധവും സത്വശുദ്ധവും ധ്രുവാസ്മൃതി എന്നാണ് പറയുക ഉപനിഷത്തിൽ. അപ്പോൾ ആഹാരം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശുദ്ധമാവണം. നമ്മൾ കഴിക്കണ ആഹാരത്തെ നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ സൂക്ഷ്മ അംശമാണ് മനസ്സായിട്ട് മാറുന്നതേ. നമ്മൾ കഴിക്കണ ആഹാരത്തിൻ്റെ സ്ഥൂല അംശം നമ്മുടെ ശരീരമായിട്ട് മാറും, അതിൻ്റെ സൂക്ഷ്മാംശം എന്തായിട്ട് മാറും? മനസ്സായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഏറ്റവും സാത്വികമായിട്ടുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആവും അല്ലേ? സാത്വികമായ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് ഒരു മാസം നല്ലോണം, അതേപോലെ മണ്ഡലമാസകാലയിലൊക്കെ നമുക്കത് പറ്റുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും
രാജസമായിട്ടുള്ള ആഹാരങ്ങൾ, എരിയും പുളിയൊക്കെ ഉള്ള ആഹാരങ്ങൾ കുറയ്ക്കുകയും സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ ശീലിക്കും വേണമെന്നാണ് പറയാം. അതേപോലെ താമസാഹാരങ്ങൾ, ഈ ബേക്കറി സാധനങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന സാധനം, അതൊക്കെ താമസ വിഭാഗത്തിൽ വരിക. അങ്ങനത്തെ ആഹാരങ്ങളെ കുറച്ച് ശുദ്ധമായിട്ടുള്ള സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്നും കൂടി കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പറയാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, ആഹാരശുദ്ധി. അപ്പോൾ ആഹാരശുദ്ധി പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഈ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്, ആഹാരം എന്ന് പറഞ്ഞാൽ അല്ലേ. നാവിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത് എന്താ പറഞ്ഞത്? ജിതം സർവം ജിതേ രസേ എന്നാ പറയാം. നാവിനെ ജയിച്ച മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചു. ഇപ്പോൾ സാത്വിക ആഹാരമൊക്കെ കഴിക്കാൻ ശീലിക്കുക, നാവിനെ ജയിക്കാൻ ശീലിക്കുക. എന്താ നാവിനെ ജയിച്ചാൽ എല്ലാം ജയിച്ചു എന്ന് പറയുന്നത്? നാവാണ് എല്ലാ പ്രശ്നത്തിനും കാരണേ അല്ലേ. നാവിന് 2 ഡ്യൂട്ടിയുള്ളത്, 2 കടമകളാണുള്ളത്. ഒന്ന് അറിയാം, വേറെ രീതി പറഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ കൊണ്ടുവന്ന് തരുന്നതും നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കി തരുന്നതും ഒരേ നാവാണെന്നാണ് അല്ലേ. നമ്മുടെ വർത്തമാനം കൊണ്ടും അതേപോലെ നമുക്ക് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടുമാണ് മിക്കവാറും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നതെന്ന് പറയാണ്. അപ്പോൾ ഒന്നാമത് അത് പറഞ്ഞു ആഹാരം. പിന്നെ ആഹാരം എന്ന് പറഞ്ഞാൽ ഈ കഴിക്കണ കാര്യങ്ങൾ മാത്രമല്ല ആഹാരത്തിൽ വരിക. ആഹാരന്തി ഇന്ദ്രിയേഭ്യ എന്നാ പറയാം. എന്തൊക്കെ ആഹരിക്കുന്നുവോ അതൊക്കെ ആഹാരമാണ്. അത് നമ്മുടെ വായിൽ കൂടെ മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങൾ കൂടെ ഉള്ളിലേക്ക് കയറുന്നതൊക്കെയും ആഹാരം തന്നെയാണ് അല്ലേ. കണ്ണിൽ കൂടെ ആയാലും മൂക്കിൽ കൂടെ ആയാലും നാക്കിൽ കൂടെ ആയാലും ചെവി കൂടെ ആയാലും ത്വക്കിൽ കൂടെ ആയാലും ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളോടുള്ള എല്ലാ ഉള്ളിലേക്ക് ചെല്ലുന്ന എല്ലാ ആഹാരമാണ്. ഇതൊക്കെ ശുദ്ധാവണം എന്നാ പറയാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണുകളും ചെവികളും. അതാണ് ഋഷിമാർ പറഞ്ഞത്, ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമ അക്ഷഭിർ യജത്രാഹ എന്ന് പറയാം. അല്ലയോ ദേവന്മാരെ, ഞങ്ങളുടെ ചെവികൾ കൊണ്ട് ഏറ്റവും മംഗളകരമായ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമാറാകട്ടെ, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങൾ കാണുമാറാകട്ടെ എന്ന ഋഷിയുടെ പ്രാർത്ഥന. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കാണുകയും കേൾക്കുന്നതുമാണ് നമ്മൾക്ക് എന്തായിട്ട് വരിക? നമ്മുടെ ചിന്തകളായിട്ട് വരിക, നമ്മുടെ സംസ്കാരമായിട്ട് വരിക. അപ്പോൾ നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക, അതിന് ശീലിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞുള്ള ഉപദ്രവങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരിക. കയ്യിലുള്ള മൊബൈലായാലും അല്ലെങ്കിൽ വീട്ടിലുള്ള TV ആയാലും ഈ പറയണ ആൾക്കും കൂടി ഇതൊക്കെ ബാധകമാണ് കേട്ടോ. ഞാനൊന്ന് വേറെ എന്നിട്ട് അങ്ങനെ പറയല്ല. ചെറിയ കുട്ടി മുതൽ 90 വയസ്സ് വരെയുള്ള ആൾക്കാർ വരെ ഇപ്പോൾ ഈ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഭസ്മാസുരൻ്റെ പിടിയിലാണ്. നമ്മളെ ഇങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഈ പറയുന്ന ആളൊന്നും വേറെയും ഈ കേൾക്കണ ആളും അങ്ങനല്ലേ. ഞാനും ഇതേപോലെ നിങ്ങളുടെ ഒപ്പം ഇരിക്കണ ഒരാളാണ്. ഇവിടെ നിന്ന് കയറുന്ന പറയണുള്ളൂ അല്ലേ. തൊട്ടും നിങ്ങൾ വായിച്ചു, ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കണു, അത്രേ ഉള്ളൂ. ഈ പറയണ ആളെയും കൂടിയും കണക്കാക്കിയിട്ടാണ് ഈ പറയുന്നതൊക്കെ, തെറ്റിദ്ധരിക്കരുത്. അപ്പം നമ്മളൊക്കെ നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ട് ആണ് ഇത് നേടേണ്ടത് അല്ലേ. അർജുനൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ സാധ്യമാവോ ഭഗവാനെ എന്ന് ഗീതയിൽ ചോദിക്കുന്നുണ്ട് അർജുനൻ. അപ്പം കൃഷ്ണൻ പറയുന്നുണ്ട്, അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അഭ്യാസം കൊണ്ട് മെല്ലെ മെല്ലെ നേടിയെടുക്കുക. എങ്ങനെ പറയും കേൾക്കുകയോ ചെയ്യുമ്പോൾ കുറേശ്ശെ വൈരാഗ്യമൊക്കെ ഉള്ളിൽ വരട്ടെ. ഈ പറഞ്ഞ ആൾക്കും അതിൻ്റെ ഒരു താല്പര്യമുണ്ടേ, ഉള്ളിൽ കയറട്ടെ എന്നുള്ളത്. അപ്പോൾ നിരന്തരം ശ്രമിച്ചാൽ അത് എളുപ്പമായിട്ട് മാറും. അതേപോലെ വൈരാഗ്യം, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തിലേക്ക് പോവുക, അതിൻ്റെ ഗുണങ്ങൾ ധ്യാനിച്ചിട്ടാണ്. ഒരു വസ്തു വേണം തോന്നുക, അതിൻ്റെ ഗുണവശങ്ങൾ ഇങ്ങനെ ധ്യാനിച്ചിട്ടാണ് അല്ലേ. ഇപ്പോൾ ഒരു സാധനം കഴിച്ചാൽ എന്തൊരു രസമായിരിക്കും, എന്തൊരു മധുര ഇതിന്, അങ്ങനെ അത് അനുകൂലമായിട്ടുള്ള ധ്യാനമാണ്. അതേപോലെ പ്രതികൂലമായിട്ടുള്ള ധ്യാനം ശീലിക്കുക. ഇതിപ്പോൾ ഞാൻ കഴിച്ചാൽ എനിക്ക് ഷുഗർ വരാൻ സാധ്യത ഉണ്ട്, ഇതിൻ്റെ ആരോഗ്യത്തിന് കേടാണ്. അങ്ങനെയുള്ള പ്രതികൂല ധ്യാനം കൊണ്ട് എന്ത് ചെയ്യുക? വൈരാഗ്യം കൊണ്ട് ഈ ഇന്ദ്രിയങ്ങളൊക്കെ ജയിക്കുക. അപ്പോൾ ഇതൊരു തപസ്സാണെന്നാണ് പറയുക. അപ്പോൾ തപസ് എന്താണെന്ന് പറഞ്ഞിടത്ത് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഉയർന്ന തലത്തിൽ വയ്ക്കുന്നത് ഒരു തപസ്സാണ് എന്നാ പറയാം. അപ്പോൾ ഇതിന് നമ്മൾ കാട്ടിൽ പോകണോ, ഗുഹയിൽ പോകണോ, ഒന്നും വേണ്ട, നമുക്കൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. വേറൊരു അഭിപ്രായത്തിൽ തപസ് എന്ന് പറഞ്ഞാൽ നിത്യാനുഷ്ഠാനങ്ങളെ മുടങ്ങാതെ ചെയ്യാം, അതൊരു തപസ്സാന്നാ പറയാം. അപ്പം നമ്മളെന്നും ക്ഷേത്ര ദർശനം മുടങ്ങാതെ, ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, മുടങ്ങാതെ, എന്നും കൃത്യസമയത്ത് മുടങ്ങാതെ അമ്പലത്തിൽ വന്ന് തൊഴുതു പോവുക, അതൊരു തപസ്സാണ്. വീട്ടിൽ പോയിട്ട് കുറച്ച് സ്വാധ്യായം ചെയ്യാം, കുറച്ച് അവനെനിക്ക് താല്പര്യം എന്നതെന്നില്ല, ഭാഗവതോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാരായണം ചെയ്യുന്ന രാമായണം, എന്താണോ അവനെനിക്ക് രുചിയുള്ളത്, എന്താ താല്പര്യമുള്ളത്, അത് മുടങ്ങാതെ നിശ്ചിത സമയത്ത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എന്നൊന്ന് വായിച്ചു, അവിടെ വെച്ചു, 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വായിച്ചു, അതുകൊണ്ട് കാര്യമില്ല. നിത്യാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ ചെയ്യുമ്പോൾ അതെന്താണ്? അതൊരു തപസ്സാണെന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ
മഹാഭാരതത്തിലെ യുധിഷ്ഠിരനോട് ചോദിക്കുന്നുണ്ട് എന്താണ് തപസ്. അപ്പോൾ യുധിഷ്ഠിരൻ്റെ മറുപടി തപസ് സ്വധർമ്മവർത്തിത്വം. അവനവൻ്റെ കർമ്മം എന്താണോ അത് കാമനയില്ലാതെ ഫലേച്ഛയില്ലാതെ ചെയ്യുന്നത് തപസ്സാണ് എന്ന് പറയുന്നത്. അവരുടെ സ്വധർമ്മത്തെ കാമനയില്ലാതെ ചെയ്യുന്നതാണ് ഒരു തപസ് എന്ന്. ഇതിനനുബന്ധമായിട്ട് മഹാഭാരതത്തിൽ തന്നെ ഒരു കഥയും പറയുന്നുണ്ട്, കൗശിക ബ്രാഹ്മണന്റെ കഥ. കഥയ്ക്ക് അറിയുന്നതായിരിക്കും, എന്നാലൊന്ന് പറയാം. കൗശിക ബ്രാഹ്മണൻ ഇതേപോലെ കഠിനമായ തപസ്സൊക്കെ ചെയ്തു, വേദാംഗങ്ങളൊക്കെ പഠിച്ചു, പണ്ഡിതനായി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കാട്ടിൽ ഒരു ദിവസം തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോളില് മരത്തിൻ്റെ വീട്ടിലാണ് തപസ് നടക്കുന്നത്. മരത്തിൻ്റെ മുകളിലൊരു കൊറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ കൊറ്റി എന്ത് ചെയ്തു? തന്നെ തലയിലേക്ക്. അപ്പോൾ കൗശികന് ദേഷ്യം വന്നു. ഞാൻ ഇത്രയും വലിയൊരു തപസ് ഇവിടെ ഇങ്ങനെ ഇന്ന് തപസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്നിങ്ങനെ ദേഷ്യം കൊണ്ടൊന്ന് നോക്കി. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ തപസ്സുകൊണ്ട് കുറേ സിദ്ധികളൊക്കെ വന്നിട്ടുണ്ട്. നോക്കിയാൽ മാത്രമേ എന്തുണ്ടായി, കൊറ്റി കരിഞ്ഞിട്ടാണ് വീണു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും കൂടി എന്തായി, അഭിമാനമായി. ഞാൻ വലിയ തപസ്യാണ് എന്നാ കേൾക്കണം, എൻ്റെ ഒരു കേമത്വം എന്നുള്ളൊരു ഞാനെന്നുള്ള ഭാവടെ ഈ തപസ്സുകൊണ്ട് തന്നെ ഉടലെടുത്തു എന്നാണ് പറയും. അപ്പം അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഭിക്ഷ യാചിച്ചിട്ടാണല്ലോ ജീവിക്കാം. അവനെ ഒരു വീട്ടിലെത്തി ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞിട്ട് പുറത്ത് നിന്നു. അപ്പോൾ ആരും വന്ന് തുറന്നില്ല. കുറച്ചു നേരം കാത്തു നിന്നു, വന്നില്ല. പിന്നെയും കുറച്ചു നേരം കൂടിയും കാത്തു നിന്നു. അവസാനം ഒരു വീട്ടമ്മ ഒരമ്മ വന്നിട്ട് വാതിൽ തുറന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇത്രയും വലിയ തപസ്യാണേ, താപസനാണ് നിൽക്കുന്നത്, എന്നെ ഇങ്ങനെ പുറത്ത് നിർത്താൻ പാടുമോ എന്നുള്ള ഭാവത്തിൽ ആ വീട്ടമ്മയൊന്ന് നോക്കിയെന്നാ. അപ്പോൾ വീട്ടമ്മ പറഞ്ഞു, എന്നെ ഇങ്ങനെ തുറച്ചു നോക്കൊന്നും വേണ്ട, ഇങ്ങനെ തുറച്ചു നോക്കിയാൽ കരിഞ്ഞു പോയാൽ കൊക്കൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൗശികന് അത്ഭുതമായി. ഈ കാട്ടിൽ നടന്നൊരു സംഭവം ഈ വീട്ടമ്മ എങ്ങനെ ഇപ്പോൾ ഇത് മനസ്സിലാക്കിയത്? അപ്പോൾ അതും വീട്ടമ്മ പറഞ്ഞു കൊടുത്തു. അത്ഭുതപ്പെടണ്ട, ഞാൻ എൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അത് ഈശ്വരാരാധന പോലെ അദ്ദേഹത്തെ പരിചരിക്കുകയായിരുന്നു. വീട്ടിലെ ഗൃഹകൃത്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഈശ്വരനെ ആരാധിക്കുന്ന പോലെ ചെയ്യണോണ്ടാണ് എനിക്കത് അറിയാൻ കഴിഞ്ഞത്. അതായത് അവിടെ ഒരു തപസ് ഉണ്ടായി എന്നാണ്. സ്വന്തം ഗൃഹകൃത്യങ്ങൾ ചെയ്ത ആ വീട്ടമ്മയ്ക്കും എന്തായി, തപസ് വന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞു കൊടുത്തു, അങ്ങക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അങ്ങ് മിഥില രാജ്യത്ത് പോവും. മിഥിലയിലൊരു വ്യക്തിയുണ്ട്, ധർമ്മവ്യാധൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തെ പോയി കാണൂ, അദ്ദേഹത്തിന് കുറച്ചും കൂടി ഇക്കാര്യത്തിൽ പറഞ്ഞു തരാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ കൗശികൻ എന്ത് ചെയ്തു, മിഥിലയിലെ ധർമ്മവ്യാധനെ കാണാൻ പുറപ്പെട്ടു. അങ്ങനെ മിഥിലയിലെത്തി. അപ്പോൾ ധർമ്മവ്യാധൻ എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടുകാരനാണ്, കശാപ്പുകാരനാണ്. അപ്പോൾ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കണു. ഈ ഇറച്ചിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ പുറത്ത് നിൽക്കണു. അപ്പോൾ കൗശികനെ കണ്ട ഉടനെ ചോദിച്ചു, വീട്ടമ്മ പറഞ്ഞിട്ട് വരികയാണല്ലേ, ഒരു കാര്യം ഒന്ന് വെയിറ്റ്, ഒന്ന് കുറച്ചു നേരം നിൽക്കൂ, ഞാൻ ഈ ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞയക്കട്ടെ ഇറച്ചി കൊടുത്തിട്ട്. എന്തായാലും ഇത് നല്ലൊരു സ്ഥലമല്ല, അവിടെ വെച്ചിട്ട് സംസാരിക്കാൻ പറ്റും, നമുക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കൗശികന് ഒന്നും കൂടി ആശ്ചര്യമായി അല്ലേ, ഈ ഇറച്ചി വെട്ടുന്ന ആളെങ്ങനെ വീട്ടിൽ നടന്ന സംഭവം മനസ്സിലാക്കണത്. അങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഈ ധർമ്മവ്യാധൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കൗശികൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ, അവിടെ വയസ്സായിട്ടുള്ള അച്ഛനെയും അമ്മയൊക്കെ എന്താ പറയുക, ഏറ്റവും ഈശ്വരനെ പോലെ കണക്കാക്കിയിട്ട് പരിചരിക്കണ ധർമ്മവ്യാധനെ കാണണം. അപ്പോൾ അദ്ദേഹത്തിന് തപസ് വന്നത് തൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഈശ്വരാരാധന പോലെ ഈശ്വരാർപ്പണമായിട്ട് ഞാനെന്ന ഭാവമില്ലാതെ നിഷ്കാമനയോടുകൂടി ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് തപസ് വന്നത്. അപ്പോൾ തപസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് കൗശികന് മനസ്സിലായി എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ തപസ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. കേവലം സ്വയംപ്രഭയ്ക്കോ അല്ലെങ്കിൽ കാട്ടിലുള്ള താപസന്മാർക്കോ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിക്കേണ്ട എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. പിന്നെ അങ്ങനെ സ്വയംപ്രഭ സ്തുതിക്കുകയാണ് ഭഗവാനെ. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗതം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹു സ്തുത്വാ ബഹുവിധം ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാനിധേ കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗത്പദേ ശ്രീപദേ ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനാൻ. അങ്ങനെ സ്തുതിക്കുകയാണ്. ത്വരൂപ സന്ദർശനാർത്ഥം തപോബലം അദ്യൈവ നൂനം ഫലിതം രഘുപദേ ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അപ്പോൾ ഭഗവാനെ ആദ്യം എന്ന് സ്തുതിക്കുകയാണ്. ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ല ആരാലുമേ ഭവാൻ നിർണയം അന്തർബഹി സ്ഥിതം സർവഭൂതേഷ്വപി
സന്തം അലക്ഷ്യം ആദ്യന്തഹീനം പരം മായാജീവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ. അപ്പോൾ ഈ സ്തുതിക്ക് നമ്മുടെ ഭാഗവത്തിലെ കുന്തി സ്തുതിയായിട്ട് നല്ല സാമ്യമുണ്ട്. അവിടെ പറയുന്നത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കുന്തി സ്തുതിയിൽ എന്താ പറയുന്നത്? നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഭഗവാനെ ആദ്യം ഉണ്ടായ ആളാണ് ഭഗവാൻ. ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാവണതിൻ്റെ മുന്നേ, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുള്ള ആളാണ് ഭഗവാനെ സ്തുതിക്കുകയാണ്. ചതുശ്ലോകി ഭാവത്തിൽ തന്നെ പറയും, അഹമേവാസമേവാഗ്രേ നാന്യൽ സദസൽപരം പശ്ചാദഹം യഥേതച്ച യോവശിഷ്യേഹസോസ്മ്യഹം. അപ്പോൾ ആദ്യം ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പ്, പ്രപഞ്ചം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം, ഈ പ്രപഞ്ചം പ്രളയത്തിൽ വിലയം പ്രാപിച്ചതിന് ശേഷം ഒക്കെ ഉള്ളത് ഈ ഭഗവാൻ തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു, വേദ്യനല്ല ആരാലുമേ ഭവാൻ നിർണയം. അപ്പോൾ ഇങ്ങനെയുള്ള ഭഗവാനെ ആർക്കും കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ആർക്കും ഭഗവാനെ കാണാൻ കഴിയില്ല എന്ന് പറയണു. അങ്ങനെ ആർക്കും കാണാൻ കഴിയാത്ത ആളാണോ ഭഗവാൻ? അല്ല, അങ്ങനെയല്ല. അത് പിന്നെ പറയുന്നുണ്ട്, ആരാലും കാണാൻ കഴിയാത്ത ആളല്ല ഭഗവാൻ. ചിലർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആർക്കാ കാണാൻ പറ്റാത്തത്? മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികള അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. അപ്പോൾ അവിടെ പറയാണ്, ഭഗവാനെ കാണാൻ പറ്റാത്തത് മായ കാരണമാണെന്നാണ്. മായ ഒരു കർട്ടനെ പോലെ, ഒരു തിരശ്ശീല പോലെ ഭക്തൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഇടയിലുണ്ട്. മായയുടെ ഒരു കർട്ടനുണ്ട്, അവിദ്യയുടെ ഒരു കർട്ടനുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഭഗവാനെ കാണാൻ കഴിയാത്തത് എന്നവിടെ പറയാണ്. അപ്പം എങ്ങനെ കാണാൻ കഴിയുക, ഭഗവാനെ എങ്ങനെ അറിയാൻ കഴിയുക, അതും പറഞ്ഞു തരുന്നുണ്ട്. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ഭക്തി കൊണ്ട് ഭഗവാനെ കാണാൻ കഴിയും. ഭഗവാനെ കാണണമെങ്കിൽ, കാണാന്ന് പറഞ്ഞാൽ അറിയാം, വേദ്യനാ പറയാം, വേദ്യനാകുക എന്നാ പറയുന്നത്. അറിയുന്നത് എങ്ങനെയാണ്? ഭക്തി കൊണ്ട് തന്നെയാണ് മനുഷ്യന് ഭഗവാനെ കാണാൻ കഴിയുള്ളൂ. മായാമനയനായ എന്ന് പറഞ്ഞിട്ട് പറയണു. അവിദ്യ അകറ്റിയാലാണ്, വിദ്യ വന്നാലാണ് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും ഉത്തമമായിട്ട മാർഗം ഭക്തി തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ എങ്ങനെയാണ് ഭക്തി വർദ്ധിക്കുക എന്ന് പറയാണ്. എങ്ങനെ ഭക്തി വർദ്ധിക്കുക? നമുക്ക് ഭാഗവതത്തിലാണെങ്കിൽ നവധാഭക്തി പറയണ്ടേ അല്ലേ? എന്താ നവധാഭക്തി? 9 തരത്തിലുള്ള ഭക്തിയാണ് നവധാഭക്തി. എന്തൊക്കെയത്? ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. 9 തരത്തിലാണ് ഭഗവാനിൽ ഭക്തി വരിക. ഒന്ന് ശ്രവണം, അതപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കുക, നിരന്തരം ഭഗവത് കഥകൾ കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ കീർത്തനം, ഭഗവാനെ കീർത്തിക്കാം, കർണാഭിരാമങ്ങളായിട്ടുള്ള ഭഗവത് കഥകൾ പാടുക അല്ലെങ്കിൽ സ്തുതിക്കുക, ഇതൊക്കെ കീർത്തനമാണ്. പിന്നെയോ സ്മരണം, ഓർക്കുക, ഭഗവാനെ ഓർത്തുകൊണ്ട് ഇരിക്കുക എപ്പോഴും. പാദസേവനം, എന്താ പാദസേവനം എന്ന് പറഞ്ഞാൽ? ഭഗവാന്റെ പാദസേവനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന്റെ കൈങ്കര്യമാണ്, ഭഗവാനുള്ള അർച്ചന, എന്താ പറയുക, സേവയാണ് എന്നുള്ള രീതിയിൽ ചെയ്യുക. അതുതന്നെയാണ് എന്ത് പാദസേവനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അർച്ചനം, ഭഗവാനെ നല്ല നല്ല പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിക്കുക. അപ്പോൾ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങൾ അതുകൊണ്ട് അർച്ചിക്കുക. അപ്പോൾ ഏതാ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങൾ? തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. സംശയമൊന്നുമില്ല, അതൊക്കെ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങൾ തന്നെയാണ്. എന്നാൽ അത് മാത്രം പോരാന്ന്, അതല്ലാന്ന അഹിംസ പ്രഥമം പുഷ്പം, പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ, സർവഭൂതദയാ പുഷ്പം, ക്ഷമാപുഷ്പം വിശേഷത, ശാന്തിപുഷ്പം തപപുഷ്പം, ജ്ഞാനപുഷ്പം തഥൈവ ച, സത്യമഷ്ടവിധം പുഷ്പം വിഷ്ണു പ്രീതികരം ഭവേൻ. അതാണ് പുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ? അഹിംസ, പിന്നെയോ ഇന്ദ്രിയ നിഗ്രഹം, സർവഭൂതദയ, എല്ലാവരോടും ദയ, എല്ലാ ജീവജാലങ്ങളോടും ദയോടുകൂടി ഇരിക്കുക, ക്ഷമ, ശാന്തി, തപസ്, ജ്ഞാനം, സത്യം, ഇങ്ങനെ 8 വിധത്തിലുള്ള പുഷ്പങ്ങളുണ്ടെന്ന് പറയുന്നത്. അപ്പം അത് വന്നാൽ ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉള്ളിൽ വന്നാൽ അത് ഭഗവാനെ അർച്ചന ചെയ്യുന്ന തന്നെയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നവധാഭക്തി, ഇതിനൊക്കെ ഉദാഹരണങ്ങളും ഉണ്ട് അല്ലേ?
ശ്രീകൃഷ്ണ ശ്രവണേ പരീക്ഷിത ഭവൽ വ്യാസാത്മജ കീർത്തനേ പ്രഹ്ലാദ സ്മരണേ തദംഗ്രി ഭജനേ ലക്ഷ്മി പൃഥും പൂജനേ അക്രൂരസ്തു അഭിവന്ദനേ സഹനുമാൻ ദാസ്യേത സഖ്യോർജുനോ ദേവസ്യാത്മസമർപ്പണേ ബലിരഭൂൽ സർവസ്വദാ തമ്പുരാ. അപ്പോൾ പരീക്ഷിത്ത് ശ്രവണത്തിലൂടെയാണ് പരീക്ഷത്തിന് മുക്തി കിട്ടിയത്. അതേപോലെ കഥാകഥനത്തിലൂടെ ശ്രീശുകന് കഥാകഥനത്തിലൂടെയാണ് ശ്രീശുക ബ്രഹ്മർഷി പറയുന്നത്. പിന്നെ സ്മരണേ ഓർമ്മിച്ചുകൊണ്ട്, ഭഗവാനെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടാണ് പ്രഹ്ലാദൻ പറയണു ഹരിം ജഷാണാമിവ തോയമീപ്സിതം. ഭഗവാൻ എങ്ങനെ ജീവികൾക്കെന്ന് വെച്ചാൽ ജലജീവികൾ, മത്സ്യത്തിനൊക്കെ വെള്ളം എങ്ങനെയാണോ അതേപോലെയാണ് ഭക്തന് ഭഗവാനാണ്. മത്സ്യത്തിന് വെള്ളത്തിനെ മറക്കാൻ കഴിയുമോ? ഇല്ല. അതേപോലെയാണ് സ്മരണം. തദംഗ്രി ഭജനേ ലക്ഷ്മി. ലക്ഷ്മി ഭഗവാന്റെ പാദസേവ കൊണ്ടാണ്. പാലാഴിയിൽ അനന്തശായിയായിട്ട് കിടക്കുമ്പോൾ ലക്ഷ്മി പാദസേവനം ചെയ്യുന്നല്ലേ നമുക്കറിയാം. സഖ്യോർജുനോ, അർജുനൻ സഖ്യം കൊണ്ടാണ് ഭഗവാനിൽ ഭക്തി വെച്ചതാണ്. അതേപോലെ അക്രൂരസ്തു അഭിവന്ദനേ സഹനുമാൻ ദാസ്യേധ. അക്രൂരൻ അഭിവന്ദനം കൊണ്ട്, ഹനുമാൻ ദാസ്യം കൊണ്ട് അല്ലെ. ഹനുമാൻ എന്താ പറഞ്ഞത്? ദേഹബുദ്ധ്യാതു ദാസോഹം ജീവബുദ്ധ്യാ ത്വദംശഃ ആത്മബുദ്ധ്യാ ത്വമേവാഹം ഇതിമേ നിശ്ചിതാ മതി. അപ്പം ദാസ്യഭക്തിക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹനുമാൻ. അതേപോലെ ആത്മസമർപ്പണത്തിന് ഏറ്റവും വലിയ ഉദാഹരണം മഹാബലിയാണെന്ന് പറയുന്നത്. മഹാബലി തൻ്റെ സർവസ്വം എന്ത് ചെയ്തു? വാമനമൂർത്തിക്ക് ദാനം ചെയ്തു അല്ലേ. ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വിശ്വാകാരനായിട്ട് വളർന്നിട്ട് ആദ്യത്തെ 2 അടി കൊണ്ട് ഭൂമിയും 2ാമത്തെ അടി കൊണ്ട് സമസ്ത ലോകങ്ങളും അളന്നു കഴിഞ്ഞപ്പോൾ ഇനി 3ാമത്തെ അടി എവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയാണ് പദം തൃതീയം ഗുരു ശീർഷ്ണിമേ നിജം എന്ന് പറഞ്ഞിട്ട് തല കാട്ടി കൊടുക്കുകയാണ് അല്ലേ. അപ്പം ആത്മസമർപ്പണത്തിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം മഹാബലിയാണെന്ന് പറയാണ്. അതേപോലെ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഗോപ്യക്കാമാൽ ഭയാൽ കംസോ ദ്വേഷാൽ ചൈദ്യാദയോ നൃപ സംബന്ധാൽ വൃഷ്ണയാ സ്നേഹാൽ യോയം ഭക്ത്യാ വയം വിഭോ. നാരദ മഹർഷി പറയാണ് ഗോപികമാരെന്തുകൊണ്ടാണ് ഭഗവാനെ പ്രാപിച്ചത്? പ്രേമം കൊണ്ടാണ് പ്രാപിച്ചത്. കംസൻ ഭയം കൊണ്ടാണ് അല്ലേ. ദേവകിയും വസുദേവരെയും കൊണ്ട് പോകുമ്പോൾ അശരീരി ഉണ്ടാവുകയാണ്. എന്താ? അസ്യാസ്ത്വം അഷ്ടമോ ഗർഭോ ഹന്തായം വഹസേ ബുധ. ഈ ദേവകിക്ക് ഉണ്ടാവുന്ന 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനാവെന്ന് പറയാണ്. അപ്പോൾ 8 16 കൊല്ലം ഭഗവാനെ തന്നെ ഓർത്ത് പേടിച്ചിട്ടാണ് കംസന് മോക്ഷം കിട്ടുന്നത്. അതേപോലെ ദ്വേഷം കൊണ്ടാണ് ശിശുപാലാദികളൊക്കെ ഭഗവാനിലെത്തിയത്. അതേപോലെ യാദവ വംശത്തിലുള്ളവരൊക്കെ ഭഗവാനുള്ള സംബന്ധം കൊണ്ട് യാദവ കുലത്തിലുള്ളവരെ എത്തി. സ്നേഹം കൊണ്ടാണ് പാണ്ഡവരെത്തിയത്. ഭക്തി കൊണ്ടാണ് എന്നെപ്പോലുള്ള, അത് നാരദ മഹർഷി പറയണം, ഞങ്ങളൊക്കെ ഭക്തി കൊണ്ടാണ് ഭഗവാനിൽ എത്തിയത്. അപ്പം ഇങ്ങനെ ഏതു വിധത്തിലായാലും വേണ്ടില്ല, പ്രധാനമായിട്ടുള്ള ദേഷ്യമായാലും വേണ്ടില്ല, പ്രേമായാലും വേണ്ടില്ല, വൈരായാലും വേണ്ടില്ല, എന്ത് തന്നെ ആയാലും ഏനകേനാപ്യുപായേന മന കൃഷ്ണേ നിവേശയൽ. അതാണ് നമ്മുടെ സനാതന ധർമ്മത്തിൽ. അങ്ങനെയാണ്. നമുക്ക് ഭഗവാനെ സ്നേഹിച്ചോളണമെന്നില്ല, വെറുത്താലും മതി. അതിപ്പോൾ കംസൻ പേടിക്കുക ചെയ്തത്, രാവണാദികളൊക്കെ വെറുക്കുക ചെയ്തത്. ഏത് വിധത്തിലായാലും ഭഗവാനിൽ മനസ്സ് വെച്ച മോക്ഷം ഉറപ്പാണ്. അത് സ്നേഹഭക്തി ആവണമെന്നില്ല. പക്ഷെ ദ്വേഷഭക്തി വയ്ക്കാനൊക്കെ കുറച്ച് മനോബലമൊക്കെ വേണം. നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. മാത്രമല്ല അതിന് മധുരമില്ല. അപ്പം നമുക്ക് പറ്റിയ ഭക്തി എന്തുതന്നെയാണ്? ഭഗവാനിൽ പ്രേമപരമായിട്ടുള്ള, അല്ലെങ്കിൽ ദ്വേഷഭക്തി അല്ല വേണ്ടത് അല്ലേ പറയാണ്. അപ്പം ഇങ്ങനെ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയംപ്രഭ ഭഗവാനെ സ്തുതിക്കണു. അപ്പോൾ അങ്ങനെ ഭഗവാൻ പറഞ്ഞു, സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ട് എന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ എന്നതും കേട്ടവളും പറഞ്ഞിടിനാൻ ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കലും തൊൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. തൊൽപാദ ഭക്ത ഭക്തിയേഷു സംഘം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകുകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായിക മാനസേ. അപ്പം എന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സ്വയംപ്രഭ പറയണു. എന്താ പറയുന്നത്? ഭക്തി ഉണ്ടാവണം അങ്ങയില്. എങ്ങനെ? അങ്ങയിലെന്നല്ല, തൊൽപാദ ഭക്ത ഭൃത്യേഷു സംഘം പുന. അങ്ങയിൽ ഭക്തി ഉണ്ടാവണമെന്നല്ല, അങ്ങയുടെ ഭക്തന്മാരിലായിട്ട് സംഘം ഉണ്ടായാൽ മതി എന്നാണ്.
ഭക്തന്മാരുമായിട്ടുള്ള ചേർച്ച, അങ്ങനെ ഭക്തന്മാരായിട്ട് ചേർച്ച ഉണ്ടായ ഭക്തി ഉണ്ടാവേ അല്ലേ. അതുകൊണ്ടാണ് വൃത്രോപാഖ്യാനത്തിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, വൃത്രാസുരൻ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, അഹം ഹരേ തവ പാദൈകമൂല ദാസാനുദാസോ ഭവിദാസ്മി ഭൂയ മനസ്മരേദാസുപദേർഗുണാംസ്തേ ഗൃണീതകർമ്മ കരോതുകായാം. അപ്പൊ അങ്ങയുടെ ദാസനാണെന്നല്ല പറഞ്ഞത്, അങ്ങയുടെ ദാസന്റെ ദാസനായ മതി എന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ ഗജേന്ദ്രവാഖ്യാനത്തിലൊക്കെ പറയാറുണ്ട്, ആദ്യം മോക്ഷം കിട്ടുക ആർക്കാണ്? ഗജേന്ദ്രനാണോ? അല്ല, ആദ്യം ഗജേന്ദ്രന്റെ കാലിൽ പിടിച്ച മുതലയ്ക്കാണ് ആദ്യം മോക്ഷം കിട്ടുന്നത്, പിന്നെ ഗജേന്ദ്രന് കിട്ടുള്ളൂ. അപ്പോൾ ഭഗവാനെ പിടിക്കണേക്കാൾ എളുപ്പം എന്താണ്? ഭഗവാന്റെ ഭക്തനെ പിടിച്ചാൽ മതി എന്ന് പറയാം. അതുകൊണ്ടാണ് ഒരു രാജാവ്, കുലശേഖര ആൾവാറുള്ള രാജാവ് പറഞ്ഞു, ത്വൽഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യൈതി മാം സ്മരലോകനാഥ. അങ്ങയുടെ ഭൃത്യന്റെ പരിചാരകന്റെ ഭൃത്യനായ മതി ഞാൻ എന്നാ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് മഹത്തുക്കൾ പ്രാർത്ഥിക്കുന്നത്. നമുക്കൊക്കെയുള്ള മാതൃകയാക്കാവുന്ന പ്രാർത്ഥനകളാണ്. പിന്നെ എന്താ വേണ്ട വെച്ചപ്പോൾ, നാഗപൃഷ്ടം നച പാരമേട്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ സമഞ്ജസസ്ത്വാവിരഹയ്യകാംക്ഷേ. എനിക്ക് സ്വർഗം വേണ്ട, അതേപോലെ ബ്രഹ്മപദം വേണ്ട, എന്നാൽ ഭൂമിയുടെ അധിപനാണോ അതും വേണ്ട, പിന്നെയോ രസലോകങ്ങളുടെയൊക്കെ അധിപനാണോ വേണ്ട. അപ്പം ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞാൽ അടുത്തത് യോഗസിദ്ധികളൊക്കെ വരും, അത്ഭുത സിദ്ധികളൊക്കെ വരും. അത് വേണോ? എന്നാൽ അതും വേണ്ട. പിന്നെ എന്തായാൽ മതി? മമോത്തമ ശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമദസ്വകർമ്മഭി ത്വന്മായയാത്മാത്മജദാരഗേഹേഷു ആസക്തചിത്തസ്യ നനാദഭൂയാൽ. അങ്ങയുടെ ഭക്തന്മാരോട് ചേർച്ച ഉണ്ടാവും വേണം, എന്നാൽ അങ്ങക്ക് വിമുഖന്മാരായിട്ടുള്ള ലൗകികന്മാരായിട്ടുള്ള ചേർച്ച ഒഴിവാക്കി തരുമെന്നാണ് പറയുന്നത്. എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് മേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എന്ന് പറഞ്ഞിട്ട് ആടിനെ പോലെ നടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് ചേർച്ച ഉണ്ടാവരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതേപോലെ ഒരു പ്രാർത്ഥനയാണ് ഇവിടെയും. ത്വൽപാദ ഭക്തഭൃത്യേഷു സംഘം പുനരുൾപ്പുവിൽ എപ്പോഴും ഉണ്ടാകുകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗതം ഏകത സംഭവിച്ചിടായിക മാനസേ. പ്രാകൃതരായിട്ടുള്ള ജനങ്ങളോട് എനിക്ക് സംഘം വരരുത്, ഭക്തരുമായിട്ട് സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം വരണം എന്നാണ് വരമായിട്ട് സ്വയംഭ്രമ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഭഗവാന് അനുഗ്രഹിക്കുകയാണ്. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. വേഗം ബദര്യാശ്രമത്തിൽ പോയിക്കോളൂ, അവിടെ വെച്ചിട്ട് ദേഹം ഉപേക്ഷിച്ച് എന്നിൽ ചേരാൻ പറ്റും, അങ്ങനെ ജനന മരണ ദുഃഖങ്ങളൊക്കെ ഒഴിവാവും എന്നൊക്കെ പറഞ്ഞ് സ്വയംപ്രഭയെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ സ്വയംപ്രഭയുടെ അത് കഴിഞ്ഞ ആ അധ്യായം അവിടെ കഴിഞ്ഞിട്ട് പിന്നെ അങ്കദാദികളുടെ സീതാന്വേഷണം തുടരുകയാണ്. അപ്പോൾ ഇവർ സ്വയംപ്രഭയും പോയി കഴിഞ്ഞു. ഇവർ പോകുന്നതിന് മുമ്പ് സ്വയംപ്രഭ പഴയ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ പിന്നെ തിരയുമ്പോൾ ഒന്നും കാണാനില്ല. സീതാന്വേഷണം അങ്ങനെ സമയം ഇങ്ങനെ കഴിഞ്ഞ് വരികയാണ്. മാസം കഴിയാറായി, അല്ലെങ്കിൽ മാസം കഴിഞ്ഞു. തിരിച്ചു ചെന്നാൽ സുഗ്രീവൻ്റെ സ്വീകരണം എങ്ങനെയായിരിക്കും? മൃത്യുവാണ് ഫലം. അപ്പോൾ ആകെ നിരാശരായിട്ട് വിലപിക്കുകയാണ്. അങ്കദൻ പറയുകയാണ്, ഞാനിനി അങ്ങോട്ടില്ല, എന്തായാലും എന്നെയാണ് ആദ്യം സുഗ്രീവൻ കൊല്ലുക, കാരണം ശത്രുവിൻ്റെ മകനാണല്ലോ ഞാൻ, എന്നോട് അല്ലെങ്കിലേ ദ്വേഷമുണ്ട്, അപ്പം ഇതും കൂടി ആകുമ്പോൾ എന്നെ ആദ്യം കൊല്ലുക, അതുകൊണ്ട് നിങ്ങളൊക്കെ പൊയ്ക്കോളൂ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ മരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഹനുമാൻ സ്വാമി അത് അങ്ങനെയൊന്നും അല്ല, അതൊക്കെ തെറ്റാണ്, അങ്ങനെയൊന്നും അല്ല, രാമനായാലും സുഗ്രീവനായാലും നിന്നോട് ഏറ്റവും ഇഷ്ടമാണ്, ശ്രീരാമനേറ്റം പ്രിയാൻ ഭവാൻ എന്നുടെ താരാസുതൻ എന്നു തന്മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീതവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടെടോ പ്രേമത്തിനേതോ ഇളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. അപ്പോൾ അങ്ങനെ അങ്കദനെ അവിടെ ആശ്വസിപ്പിച്ചു. അതിനിടയ്ക്ക് ഒരു വാനരൻ പറഞ്ഞു, നമുക്ക് ഈ ഗുഹയെ തന്നെ കൂടാം, എന്നാൽ രാമൻ്റെ ബാണത്തിനെയും പേടിക്കേണ്ട, സുഗ്രീവനെയും പേടിക്കേണ്ട, ഇവിടെ എനിക്ക് ഇഷ്ടംപോലെ സമൃദ്ധിയാണ്, അപ്പോൾ നമുക്ക് ഇവിടെ കൂടിയാലോ എന്ന് ഒരു അഭിപ്രായം ഒരു വാനരൻ പറയണ്ടേ. അപ്പോൾ അതും പറഞ്ഞു, രാമൻ്റെ അസ്ത്രത്തിന് ഭേദിക്കാൻ പറ്റാത്ത സ്ഥലം ഈ ഭൂമിയിലുണ്ടോ? ഈ മണ്ടത്തരൊന്നും കേട്ടിട്ട് നീ ഇരിക്കരുത്, ദുർബോധമുണ്ടായി ചമയരുതേതുമേ ആപത്തു വന്നടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവര് അന്വേഷണം തുടർന്നു പോകണു. അങ്ങനെ ദക്ഷിണ സമുദ്രത്തിന്റെ തീരത്തെത്തുകയാണ്.
അവിടെ വെച്ചിട്ടാണ് ഒരു ഗുഹ കാണുന്നു. അവിടെ പിന്നെ സമുദ്രമാണ് ഒരു സൈഡിൽ, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിയണില്ല, പോകാനൊരു വഴിയില്ല. അപ്പോൾ ഗുഹയുടെ സമീപം പ്രായോപവേശം, ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെ അവിടെ കടന്ന് മരിക്കാം, അതാ ഭേദം. സുഗ്രീവൻ്റെ കൈ കൊണ്ട് മരിക്കണേക്കാ ഭേദമാണല്ലോ അവിടെ കടന്നിട്ട് മരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഗുഹയുടെ ഉള്ളിൽ നിന്ന് വലിയൊരു ഗൃധ്രം പുറത്തു വരുന്നത്. അപ്പോൾ മഹേന്ദ്ര ചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃധ്രം പുറത്തു വതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃധ്രവരനും പ്രവരനും വൃദ്ധീധര പ്രവരോ തുങ്കരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃധ്രകുലാധിപൻ. അരത് സമ്പാദ്യമാണത് അല്ലേ, വലിയ ആകാരത്തിൽ വരുന്ന, പക്ഷെ വയസ്സായിട്ടുണ്ട്, ചിറകില്ല, പറന്നു പോകാനോ അല്ലെങ്കിൽ ഇരയെ പിടിക്കാനൊന്നുള്ള ശേഷിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞു കേട്ട് ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുമ്പോൾ ഞാൻ തിന്നോളാം, എനിക്കത് പക്ഷമില്ല, അതോരെനിക്കു ദൈവം ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ പ്രാണഹാനി വരുത്തുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനോദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടൗ കമ്പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിയിടിനാൻ. സമ്പാദി പറഞ്ഞു, ഇവർ ഓരോരുത്തരായിട്ട് നിങ്ങൾ മരിച്ചു വീഴുമല്ലോ, സൗകര്യമായി, എനിക്ക് കൊല്ലും കൂടിയും വേണ്ട, ഓരോരുത്തരായിട്ട് വീഴുമ്പോൾ ഞാൻ ഇങ്ങനെ മെല്ലെ തിന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മാനന്മാർ പറയാണ്, അദ്രീന്ദ്ര തുല്യനായൊരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാൽ ഒരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കെന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപദാംബുജേ. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. അപ്പോൾ അവരിങ്ങനെ സങ്കടം കൊണ്ട് പറയുകയാണ്, ഈ നമ്മുടെ കാര്യം കഷ്ടമാണ്, ഈ ഗൃധ്രം ഇപ്പം നമ്മളൊക്കെ കൊത്തി വിഴുങ്ങും. ആ ജടായുവിൻ്റെ കാര്യം എത്ര പുണ്യമാണ്, ശ്രീരാമകാര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവനെ തന്നെ ത്യജിച്ചിട്ട് മോക്ഷം ലഭിച്ചു ജടായുവിന് എന്ന് പറയണം. അപ്പോൾ ഇത് കേട്ടു സമ്പാദി ജടായു എന്ന് കേട്ടപ്പോൾ, ജടായു സമ്പാദിയുടെ സഹോദരനാണല്ലോ. അപ്പോൾ ഏതാണ്ടൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, അങ്ങനെ ആദ്യമൊരുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ജടായു സ്വന്തം ജീവൻ ഉപേക്ഷിച്ചതും, രാവണൻ തട്ടിക്കൊണ്ടുപോകുമ്പോൾ സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ തടയാൻ ചെന്നതും, ചന്ദ്രഹാസം എന്നുള്ള വാളുകൊണ്ട് വെട്ടിയിട്ട് ജടായു മരിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ജടായുവിന് മോക്ഷം കിട്ടി, സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കൈകൊണ്ടാണ് ജടായുവിൻ്റെ സംസ്കാരവും അതേപോലെ ഉദകക്രിയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാമൻ പറയുന്നുണ്ട്, സർവത്ര ഖലു ദൃശ്യന്തേ സാധവോ ധർമ്മചാരിണ ശൂരാ ശരണ്യാ സൗമിത്രേ തിര്യഗ്യോനിഗതേഷ്വപി. നമ്മൾ മനുഷ്യന്മാരിൽ മാത്രമല്ല ഈ ധർമ്മചാരികൾ അല്ലെങ്കിൽ മഹത്തുക്കളുള്ളത്, അത് മൃഗങ്ങളിലും പക്ഷികളിലും ഒക്കെ ഉണ്ട്. ഈ ജടായു എന്ന് പറഞ്ഞാൽ എത്ര മഹാനാണ്, എനിക്ക് എൻ്റെ അച്ഛൻ ദശരഥനെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാമൻ സങ്കടപ്പെടുന്നുണ്ട്. അവിടെ നമ്മൾ കഴിഞ്ഞ ഭാഗമാണ്. എന്നിട്ട് രാമൻ തന്നെ എന്ത് ചെയ്യണോ, ജടായുവിൻ്റെ സംസ്കാര കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക ആണ്. അപ്പോൾ അവിടെ ഉദകക്രിയ ചെയ്യുമ്പോൾ രാമൻ കേവലം ജലം കൊണ്ടല്ല ഉദകക്രിയ ചെയ്ത്, കണ്ണീരുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉദകക്രിയ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഒപ്പം കണ്ണീരോടും കൂടി ചെയ്തു എന്നാണ് പറയുന്നത്. നയനസലില മിശ്രം രാമഹസ്തേന ദത്തം ദശരഥ ദുരവാപം പ്രാപ നൈവാപമംഭ. അപ്പോൾ സാക്ഷാൽ അച്ഛനായിട്ടുള്ള ദശരഥനും കൂടിയും കിട്ടാത്ത ഭാഗ്യമാണ് ഈ രാമൻ്റെ കൈകളാൽ ഉദകക്രിയ ചെയ്യപ്പെട്ടു എന്നുള്ളത് ജടായുവിന് കിട്ടിയത്. അങ്ങനെ മോക്ഷം കിട്ടിയ ജടായു ആ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ സമ്പാദി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയണു.
അപ്പോൾ പറയണു, ഇഷ്ടനാം ഭ്രാതാവ് എനിക്കു ജടായു, ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. അങ്ങനെ പറയണു. ജടായുവിൻ്റെയും സമ്പാദിയുടെയും കഥ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. തുങ്കമായിടും. അതിനു മുമ്പേ സീത ലങ്കാപുരിയിലുണ്ട്, അശോകവനിയിൽ രാക്ഷസന്മാരുടെ മധ്യത്തിൽ വസിക്കണുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. പിന്നെയാണ് പൂർവ്വവൃത്താന്തം പറഞ്ഞു കൊടുക്കുന്നത്. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതു മേലോട്ടു ഞങ്ങളും. അങ്ങനെ സമ്പാദ്യം ജടായും കൂടി മുകളിലേക്ക് ആർക്കാണ് കൂടുതൽ ബലം, ആർക്കാണ് വേഗം എന്നൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മത്സരത്തിൽ ഏർപ്പെട്ടു എന്നും. അങ്ങനെ സൂര്യമണ്ഡലത്തിൽ മാർത്താണ്ഡം സൂര്യൻ്റെ അടുത്ത് എത്തിയപ്പോൾ ജടായുവിൻ്റെ ചിറകൊക്കെ കരിയാൻ തുടങ്ങിയെന്നും. അപ്പോൾ ഭ്രാതൃസ്നേഹം കൊണ്ട് സഹോദരനെ ആപത്ത് വരരുത് എന്ന് വിചാരിച്ചിട്ട് സമ്പാദ്യം മുകളിൽ വെച്ചിട്ട് ചിറകൊണ്ട് സംരക്ഷിച്ചു എന്നും. അങ്ങനെ സമ്പാദിയുടെ ചിറക് കരിഞ്ഞിട്ട് താഴേക്ക് വീടുന്നുള്ള കഥയൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷദ്വയത്തോട് വീണാനനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ അന്ധനായി 3 ദിനം കിടന്നിടിനേൻ. അങ്ങനെ വിന്ധ്യപർവ്വത്തിലാണ് വീണത്. അവിടെ 3 ദിവസം ഓർമ്മയില്ലാതെ കിടന്നു എന്നും. പിന്നെ അങ്ങനെ നടക്കുമ്പോൾ നിശാകര മുനി, നിശാകര താപസൻ്റെ ആശ്രമത്തിലെത്തിയെന്നും ഭാഗ്യം കൊണ്ട് അവിടെ എത്തിയെന്നും മക്കളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്തു സമ്പാദ്യം. അപ്പം മുനി ചോദിക്കുകയാണ്, എന്താണ് സമ്പാദ്യം നിനക്ക് പറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സമ്പാദി മഹാമുനിയോട് അപേക്ഷിക്കുകയാണ്, ഇങ്ങനെ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കൂപ്പി തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവനത്തെ ധരിക്കേണ്ടുമുപായം ഇവൻ ജീവനത്തെ ധരിക്കേണ്ടുപായമിന്നേവം എന്നോട് ചൊല്ലിത്തരേണമേ. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളൊന്നും വരാതിരിക്കാൻ എന്താണ് ഉപായമെന്ന് സമ്പാദി നിശാകര മുനിയോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അതെന്താ പറയുക വെച്ചാൽ നാ പൃഷ്ട കസ്യജിത് ബ്രൂയാൽ എന്നാ പറയുക. ചോദിക്കാതെ ഇങ്ങനെ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുതെന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിശാകര മുനി സമ്പാദിക്ക് ഉപദേശിച്ചുള്ള ഉപദേശം സമ്പാദി വാനരന്മാർക്ക് എന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞു തരികയാണ്. നമുക്കുള്ള ഉപദേശമാണ് അല്ലേ. എന്താണ്? സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ, കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷ്വ നീ. ദേഹം നിമിത്തമീ ദുഃഖമറിയുക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം, ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരമോർക്ക നീ. ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയപ്പിണ്ടവൽ സദാ. തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത നൂനം ആത്മാവിന്നു മായയാ. അപ്പോൾ ഈ ദുഃഖത്തിനൊക്കെ കാരണം എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ദേഹമാണ്. ദേഹം കൊണ്ടാണ് ദുഃഖമുണ്ടാവുന്നത്. ദേഹം എങ്ങനെ ഉണ്ടാവുന്നത്? അത് കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. കർമ്മണാ ജായതേ ജന്തു കർമ്മണൈവ വിലീയതേ. സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവ അഭിപദ്യത എന്ന് പറയാം. അപ്പോൾ നമ്മൾ ദേഹമാണ് ഞാനെന്നുള്ള ആ മായ കൊണ്ട് അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. അജ്ഞാനം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് ദുഃഖങ്ങൾ ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ മായ? മായ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ തന്നെ. അജ്ഞാനം. എന്താ അജ്ഞാനം എന്ന് പറഞ്ഞാൽ? ഇതിങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലേ, അജ്ഞാനമാണ് മായ, അറിയാത്തതാണ്. എന്താ ഈ അജ്ഞാനം എന്ന് പറഞ്ഞാൽ? അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മായയ്ക്ക് 2 സ്വഭാവം ഉള്ളതാണ്. ഒന്ന് ഉള്ളതിനെ മറയ്ക്കും, 2 ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കും. ഇതാണ് മായയുടെ സ്വഭാവം. ഇപ്പോൾ എല്ലാവരും എപ്പോഴും പറയാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഉദാഹരണം, ഇരട്ടത്തിങ്ങനെ നടന്നു വരുന്നു, അരണ്ട വിളിച്ചേ ഉള്ളൂ. അപ്പോൾ കാലിൽ എന്തോ തടയണു, ഉടനെ നിലവിളിക്കണു, അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് നിലവിളിക്കണു. ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നു, വെളിച്ചം കൊണ്ടുവരുന്നു, നോക്കുമ്പോൾ എന്താണ്? കയറാണ്, പാമ്പല്ല. അപ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് നടന്നത്. ഒന്നെന്താണ്? എന്താണ്? കയറിനെ മറച്ചു അല്ലേ? കയറിനെ മറച്ചു. 2
ഇല്ലാത്ത പാമ്പിനെ ഉണ്ട് എന്ന് തോന്നിച്ചു. അപ്പം ഇതിനെ പേരൊക്കെ പറയും. ഉള്ളതിനെ മറക്കണതിന് ആവരണ ശക്തി എന്ന് പറയും, ഇല്ലാത്തതിനെ തോന്നിക്കണതിന് വിക്ഷേപ ശക്തി എന്നും പറയും. അങ്ങനെ മായയ്ക്ക് രണ്ട് സ്വഭാവമാണുള്ളത്, ആവരണ ശക്തി ഉണ്ട്, വിക്ഷേപ ശക്തി ഉണ്ട്. അപ്പം ഇതേപോലെ തന്നെയാണ് ഈ അജ്ഞാനം കൊണ്ട് നമുക്ക് എന്ത് തോന്നൂ? നമ്മളൊക്കെ ദേഹമാണ് തോന്നണു, ആത്മാവിനെ മറക്കണു, ഞാൻ ദേഹമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാക്കണു. അതുകൊണ്ടാണ് ഈ ദുഃഖങ്ങൾ ഉണ്ടാവണത്, കർമ്മങ്ങൾ ഉണ്ടാവണത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ദേഹം ജഡമാണ്, അത് അനിത്യമാണ്, നശിച്ചു പോകുന്നതാണെന്നുള്ള ബോധമൊക്കെ നമുക്ക് ഇല്ലാതെ ആവണു. അനിത്യാനി ശരീരാണി വിഭോ നൈവ ശാശ്വത നിത്യം സന്നിഹിതോ മൃത്യു കർത്തവ്യോ ധർമ്മസംഗ്രഹ എന്നൊരു സുഭാഷിതമുണ്ട്. അനിത്യാനി ശരീരാണി, ശരീരം അനിത്യമാണ്, എപ്പോൾ വേണമെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്യാരണ്ടി കാർഡും ഇല്ലാത്തൊരു സാധനമാണ് ഈ ശരീരം, എപ്പോൾ വേണമെങ്കിൽ പോവാം. വിഭോ നൈവ ശാശ്വത, നമ്മൾ ഈ വാരിക്കൂട്ടി മണ്ടിക്കൂട്ടി ഉണ്ടാക്കണ വിഭവങ്ങളോ അതെന്നും നിലനിൽക്കുമോ? അതും നിലനിൽക്കില്ല. അതും നമ്മളൊക്കെ ഓരോ സമയത്തായിട്ട് നമ്മളോട് പറയാതെ വിട്ടുപോകും. അപ്പോൾ വിഭവങ്ങളും ശാശ്വതമല്ല. പിന്നെയോ നിത്യം സന്നിഹിതോ മൃത്യു, അതിന് ഗ്യാരണ്ടി ഉണ്ട്. എപ്പോഴും നമ്മുടെ ഒപ്പമുള്ള ആളാണ് എന്ത്? മൃത്യു, മരണം. നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയും പറയാം. നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ സ്റ്റെപ്പും മരണത്തിനോട് അടുത്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പുള്ളൊരു കാര്യമുള്ളൂ, എന്താണത്? ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്, വേറെ ഒന്നിനും ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, എന്താ പറയണത്? മൃത്യുർ ജന്മവതാമീര ദേഹേന സഹജായതേ അദ്യവാബ്ദ ശതാബ്ദേവ മൃത്യുർവായി പ്രാണിനാം ധ്രുവ എന്ന് വസുദേവൻ കംസനോട് ഉപദേശിക്കുന്നുണ്ട്. മൃത്യു എന്ന് പറഞ്ഞാൽ അത് ജനനത്തോടൊപ്പം പറയണ ഇരട്ടക്കുട്ടി എന്നാണ് പറയുന്നത്. ജനിക്കുമ്പോൾ തന്നെ ഒപ്പം എന്തുണ്ട്? മൃത്യുണ്ട്. അത് ഇപ്പോഴാണോ അത് 100 കൊല്ലം കഴിഞ്ഞിട്ടാണോ എന്ന് അറിയാത്തതുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സ് വെക്കേണ്ടത് എന്താണ്? കർത്തവ്യോ ധർമ്മസംഗ്രഹ, ധാർമ്മികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അങ്ങനെ പുണ്യം പരമാവധി ആർജിക്കുക. അക്കാര്യത്തിലൊക്കെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ എന്നാണ് അവിടെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ദേഹത്തിൽ ഞാനാണ് എന്നുള്ള ബോധം വരുന്നു. അങ്ങനെ അവിദ്യ പ്രേരിതമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് ശരീരം ഉണ്ടാവണു. ശരീരം ഉണ്ടായി ആ ശരീരം കൊണ്ട് വീണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു, വീണ്ടും ശരീരം. ഇങ്ങനെ ഒരു ജനന മരണ സംസാര ചക്രത്തിൽ നമ്മളൊക്കെ അകപ്പെടുന്നു എന്നൊക്കെയാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ജീവൻ്റെ ഗതിയൊക്കെ അവിടെ പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് പുണ്യം അധികമാകുമ്പോൾ സ്വർഗത്തിലെത്തണു, പുണ്യം തീരുമ്പോൾ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ പതിക്കണു. അങ്ങനെ സസ്യജാലങ്ങളിലൂടെ ഭക്ഷണമായിട്ട് പുരുഷൻ്റെ ഉള്ളിലെത്തണു. പുരുഷൻ്റെ ഉള്ളിൽ ഭാഗമായി കഴിഞ്ഞിട്ട് പിന്നെ അത് പുരുഷൻ്റെ വീര്യത്തിലൂടെ സ്ത്രീ ശരീരത്തിലെത്തണു. അങ്ങനെ എന്താണ് അവിടെ വെച്ചിട്ട് അത് അതിന് പേരൊക്കെ പറയുന്നുണ്ട്. ഒരു കുട്ടി എങ്ങനെയാണ് ഉണ്ടാവണതിൻ്റെ വിശദമായിട്ടുള്ള വിവരണമൊക്കെ ഈ സമ്പാദ്യയുടെ ഉപദേശത്തിൽ കാണാം അല്ലേ. ആദ്യം എന്താ അതിന് പറയാന്നൊക്കെ പറയുന്നുണ്ട്. രേതസ്സായിച്ച മഞ്ഞതു ചെന്നു സീമന്തനി യോനിയിലായി വരും, യോനി രക്തത്തോട് സംയുക്തമായി വന്നു, താനേ ജരായു പരിവേട്ടിതവുമാമേകദിനേന കലർന്നു കലലമം. അപ്പോൾ ആദ്യം ഒരു ദിവസം കൊണ്ട് അത് കലലം എന്നുള്ള പേര് അറിയപ്പെടുന്നത്. ഗർഭപിണ്ഡത്തിനെയാണ് കലലം എന്ന് പറയുന്നത്. അതിന് ജരായു എന്ന് പറഞ്ഞിട്ടൊരു ആവരണം ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. 5 ദിനം കൊണ്ട് എന്താണ് സംഭവിക്കുക? മാംസപേശിത്വം ഭവിക്കും. 5 ദിവസം കൊണ്ട്, ഒരു മാസത്തിൻ്റെ പകുതി കാലം കൊണ്ട് അത് രക്തോട്ടകളായി തീരും. അങ്ങനെയൊക്കെ ഒരു ദേഹം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെ ഗർഭസ്ഥ ശിശുവിന് ഓർമ്മ ഉണ്ടാവും എന്നാ പറയാം. അപ്പോൾ ഓർമ്മ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ജന്മത്തിലെ മാത്രമല്ല, ഇതുവരെ കഴിഞ്ഞു പോയ കോടാനുകോടി ജന്മങ്ങളിലെയും അനുഭവങ്ങളൊക്കെ ആ ഗർഭത്തിലിരിക്കണ ആ ശിശുവിന് ഓർമ്മ ഉണ്ടാവുമെന്നും താൻ ചെയ്ത കർമ്മങ്ങളൊക്കെ ആലോചിച്ചിട്ട് വിഷമിക്കും എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാനോടൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് ജീവന്റെ. 100,000 യോനികളിൽ ജനിച്ച് എത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം, പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞതും, നിത്യം കുടുംബഭരണൈകസക്തനായി വിക്തമന്യായമാർജിച്ചിതന്വഹം, വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടീല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചില്ലൊരിക്കലും, തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നത് ഇപ്പോഴെവിടെ കിടന്നു ഞാനിങ്ങനെ. അങ്ങനെ ഇവിടെ എൻ്റെ ഇതിൽ നിന്ന് കരകയറ്റണം എന്നുള്ള ജീവൻ്റെ ഒരു സ്തുതിയൊക്കെ അവിടെ പറയണു. അങ്ങനെ സമയമായി കഴിഞ്ഞാൽ അത്
പിന്നെ ജനിക്കായി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെയും ദുഃഖങ്ങൾ തന്നെയാണ്. ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ദുഃഖിക്കുന്ന ഒരു ജീവൻ. അതിനുശേഷം ബാല്യം, അത് ദുഃഖമാണ്, ദുഃഖമയമാണ്. ശൈശവായാലും ബാല്യമായാലും യൗവനായാലും അവിടെ പറയുന്നുണ്ട്, ബാല്യ അതിദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തളവോത്തോളം ഏതും പൊറാസഖേ. അതിനൊക്കെ കാരണം ഈ പറയുന്നത് എന്താണ്? ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഇതിനൊക്കെ കാരണം ഞാൻ ദേഹമാണ് എന്നുള്ള ഈ മായ ഉള്ള ഭ്രമമാണ് എന്ന് പറയാണ്. അപ്പോൾ എന്താണ് ഇതിന് കരകയറാൻ എന്താ ചെയ്യേണ്ടത്? കരകയറാൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹം അകന്ന ആത്മജ്ഞാനിയായി വാഴുക നീ. അപ്പോൾ ഈ ദേഹങ്ങളിലുള്ള ഭ്രമം, ഈ മോഹം ഉപേക്ഷിച്ചിട്ട് ഞാൻ ആത്മാവാണെന്നുള്ള തലത്തിലേക്ക് ഉയരുക. അപ്പോൾ നമുക്ക് ഈ സുഖദുഃഖങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അങ്ങനെയാണ് ഇത് പറയാം. അപ്പോൾ എളുപ്പമായിട്ടുള്ള വഴി എന്താണ്? ഭഗവാനെ സ്തുതിക്കുക, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ജനന മരണ സ്വരൂപമായിട്ടുള്ള ഈ സംസാരത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയും. ഈ പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം എന്നുള്ള ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ അതിന് ഭഗവാനെ തന്നെ ഭജിക്കുക. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകം അനിത്യമാണ്, അസുഖമാണ്. ഇവിടെ വന്നാൽ നമ്മുടെ കർത്തവ്യം എന്താ വെച്ചാൽ ഭഗവാനെ ഭജിക്കുക എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു കൊടുക്കണു. ഹി മേ ദേഹമോഹം ത്യജ പവനപുരാധീശയത് പ്രേമഹേതോർ ഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിത സ്വൽപദം വിസ്മരന്തി സോയം വന്യേഷു നോവാ പരമിഹ ഭരത സാമ്പ്രതം ചാക്ഷികർണ ത്വജ്ജിഹ്വാദ്യ വികർഷന്തി അവശമതയിത കോപിന ത്വത്പദാബ്ജേ. നാരായണത്തിലുള്ളതാണ്. അപ്പോൾ മേൽപ്പത്തൂര് അവസാനം 93-ാമത്തെ ദശകത്തിൽ അതുവരെ എൻ്റെ ദേഹത്തിൻ്റെ സൂക്കട് മാറ്റിത്തരണേ പ്രാർത്ഥിച്ചിട്ട് അവസാനം പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഹി മേ ദേഹമോഹം ത്യജ. ദേഹത്തിലുള്ള എൻ്റെ ഈ മോഹം ഒഴിവാക്കി തരണേ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അജ്ഞാനം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യണു, കർമ്മങ്ങൾ കൊണ്ട് ദേഹങ്ങൾ ഉണ്ടാവണു, ദേഹത്തിൽ അജ്ഞാനത്വം കൊണ്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് ഇനിയും ദേഹങ്ങൾ ഉണ്ടാവണു. ഇതൊരു ചക്രമാണ്, എന്താ പറയുക, ഒരു വിഷമവൃത്തമാണ്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പുറത്ത് കിടക്കുക എന്ന് വെച്ചാൽ ഭഗവാനെ തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യാം. ഹരിനാമകീർത്തനത്തിൽ പറയണില്ലേ, യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. നമ്മൾ കാണുന്നതായാലും കേൾക്കുന്നതായാലും ചെയ്യുന്നതായാലും എല്ലാം ഈശ്വര അർപ്പണമായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കില്ല. അപ്പോൾ നമ്മളെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്ത് കർമ്മം ആയിക്കോട്ടെ, അതിപ്പോൾ അടുക്കള പണിയായാലും വേണ്ടില്ല, അതല്ല വീട്ടിൽ അടിച്ചു തുടക്കുക അങ്ങനത്തെ പണിയായാലും വേണ്ടില്ല, അല്ല ഓഫീസിലെ ജോലിയായാലും വേണ്ടില്ല, എന്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ അധ്യാപകനാണെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് ഈശ്വരാർപ്പണമായിട്ട് ഈശ്വരനുള്ള കൈങ്കര്യമാണ് എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് ചെയ്യാം. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴും ഞാൻ ചെയ്യണോ എന്നുള്ളൊരു ഭാവം അവിടെ ഉണ്ടാവരുത്. ഭക്തിയിൽ രണ്ട് കാര്യങ്ങൾ പറയും, രണ്ട് ന്യായങ്ങൾ പറയും. ഒന്ന് മാർജാര കിശോര ന്യായം എന്ന് പറയും, ഒന്ന് മർക്കട കിശോര ന്യായം എന്ന് പറയും. മാർജാര കിശോര ന്യായം എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടീനെ തള്ളപ്പൂച്ച ഇങ്ങനെ കടിച്ചു തൂക്കിയിട്ടാണ് കൊണ്ടുപോവുക അല്ലേ. എന്നാൽ മർക്കടൻ വാനരന്മാരായാലോ കുരങ്ങന്മാരായാലോ കുരങ്ങൻകുട്ടി തള്ളക്കുരങ്ങിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച ഈ കുരങ്ങൻകുട്ടി പിടിവിട്ട എന്തായി നിലത്ത് വീഴും. നേരെ മറിച്ച് തള്ളപ്പൂച്ച പിടിച്ചെന്ന് വെച്ചാൽ വീഴില്ല. അപ്പോൾ അതേപോലെ നമുക്ക് ഈശ്വരനോടുള്ള ഭാവം വേണ്ടെന്ന് സാധാരണ പറയാറ്. മാർജാര കിശോരന്യായ നല്ലത്. ഭഗവാൻ ഇങ്ങോട്ട് പിടിക്കട്ടെ, നമ്മൾ അങ്ങോട്ട് പിടിക്കണേക്കാട്ടിലും. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇത് ഞാൻ ചെയ്യണമെന്നുള്ള ഭാഗത്തോടു കൂടി ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഒരു ശ്രീരാമകൃഷ്ണ പരമഹംസനൊക്കെ പറയും, ഒരു യന്ത്രീഭാവത്തിലാവണം കർമ്മങ്ങളെന്ന്. അദ്ദേഹം കാളിമാതാവിൻ്റെ ഭക്തനായിരുന്നല്ലോ. അപ്പോൾ അമ്മ യന്ത്രി, ഞാൻ യന്ത്രം എന്നാ പറയാറ് എപ്പോഴും. അപ്പോൾ എന്താ യന്ത്രം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ കാർ ഓടിച്ചിട്ട് അങ്ങോട്ട് വന്നത്. കാർ ഓടിച്ച് വന്നപ്പോൾ ഈ കാറിന് വല്ല തോന്നലുണ്ടോ, ഞാനിപ്പോൾ ഇത്ര കിഴക്കാൻ തൂക്കമായിട്ടുള്ള വഴിക്കോടൊക്കെയാണ് ഞാൻ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ വന്ന് കാറ് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. കാറ് ഞാൻ ഇടത്തോട്ട് തിരിച്ചാൽ ഡ്രൈവറെ ഇടത്തോട്ട് തിരിച്ചാൽ ഇടത്തോട്ട് പോകും, വലത്തോട്ട് തിരിച്ചാൽ വലത്തോട്ട് പോകും. ആക്സിലേറ്റർ ചവിട്ടിയാൽ അത് നീങ്ങും, ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കും അല്ലേ. അതൊരു യന്ത്രമാണ്. യന്ത്രിയാരാണ്? ഇതിൻ്റെ ഡ്രൈവറാണ് അല്ലേ. അതേപോലെ ഭഗവാന്റെ ഒരു യന്ത്രമാണ് നമ്മൾ. ഭഗവാൻ പ്രവർത്തിക്കുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്താൽ ആ കർമ്മങ്ങൾ എന്ത് ചെയ്യില്ല, നമ്മളെ കർമ്മബന്ധം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഈ ജനന മരണ രൂപമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ സമ്പാദ്യ ഉപദേശത്തിൽ അവിടെ സമ്പാദ്യ വാക്യത്തിൽ പറയണു.
പിന്നീട് അടുത്ത ഭാഗം എന്താണ്? സമുദ്ര ലംഘന ചിന്തയാണ്. വാനരന്മാരൊക്കെ ഈ സീത അപ്പുറത്തുണ്ട്, ലങ്കയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു, അശോകവനിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഈ സമുദ്രം തരണം ചെയ്യണം. എങ്ങനെയാണ് ഈ സമുദ്രം തരണം ചെയ്യാം എന്ന ആലോചനയാണ്. അപ്പോൾ ഈ സമുദ്രത്തിനെ ചാടി കടക്കാൻ, ഇത് ചാക്യാർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയമാണ്. 10 ചാടും 100 ചാടും 50 ചാടും 100 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കഥകളൊക്കെ ചാക്കൂരത്തിൽ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെയും പറയാണ്, സമുദ്രം എങ്ങനെ തരണം ചെയ്യും? ചാടാമെനിക്കു 10 യോജന വഴി ചാടാമിരൂപതേ, എനിക്കെന്നൊരു കവി 30 ചാടാമെനിക്കെന്നപരനും അപ്പടി 40 മറ്റേവനും. അങ്ങനെ പറയണേ, 10 ചാടാം 20 ചാടാം, അതുകൊണ്ടൊന്നും കാര്യമായില്ലല്ലോ. 100 യോജന ചാടിയാലാണ് അപ്പുറത്തെത്തുള്ളൂ. അപ്പോൾ ജാമ്പവൻ പറയാണ്, ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവത അല്ലിക്കടൽ മർക്കട വീരരെ നിർണയം, മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായ അളക്കും വിധൗ യൗവനേകാലെ പെരുമ്പറയും കൊട്ടി 37 വട്ടം വലത്തു വെച്ചിടിനേൻ വാർദ്ധക്യഗ്രസ്തനായേ, ഇതാനും ലവണാബ്ദി കടപ്പാരമില്ല വേഗം മമ, ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയ. അപ്പോൾ ജാമ്പവൻ തൻ്റെ പഴയ കഥ പറയാണ്. പണ്ട് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചിട്ട് ത്രിവിക്രമനായിട്ട് 14 അല്ലെങ്കിൽ 3 ലോകങ്ങളെയും അതിലംഘിച്ചിട്ട് വളർന്നപ്പോൾ ആ ഭഗവാനെ, അത്രയും വലിയ ഭഗവാനെ, 3 ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ഞാൻ വെറും 10 ക്ഷണം കൊണ്ട് 27 എന്ന് പറഞ്ഞാൽ 21 തവണ ഞാൻ പ്രദക്ഷിണം വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ പഴയ കാലത്താണ്, ഇപ്പം എനിക്കതിനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ അങ്കദൻ പറയണ്ട, അങ്ങോട്ടു ചാടാം എനിക്കെന്നു നിർണയം, ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഏറ്റവും, പക്ഷെ ഇങ്ങോട്ട് പോരുന്ന ഉറപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ജാമ്പവൻ ചോദിക്കുകയാണ്, ഒന്നും മിണ്ടാതെ ഇത് കേട്ടിരിക്കണ ആഞ്ജനേയസ്വാമിയോട് ചോദിക്കുകയാണ്, എന്തു ജഗൽ പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ, കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ, പിന്നെ വാദാത്മജനാകയവും ഉണ്ടുവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ. അപ്പം അങ്ങനെ ആഞ്ജനേയസ്വാമിയുടെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം ശിവാംശജനാണ്. പണ്ട് പാർവതി പരമേശ്വരന്മാർ വനത്തിലൂടെ വാനര രൂപത്തിൽ കളിയാടിക്കൊണ്ടിരിക്കുമ്പോൾ പാർവതീദേവി ഗർഭം ധരിക്കുകയും മഹാദേവൻ ആ ഗർഭത്തിനെ വായുഭഗവാനെ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം ശിവാത്മജനായി, ശിവൻ്റെ അംശമാണ് ഭഗവാൻ. പിന്നെ വായുവിൻ്റെ പുത്രനായി വായുഭഗവാനെ ഏൽപ്പിച്ചതുകൊണ്ട് പിന്നെ വായുഭഗവാൻ എന്ത് ചെയ്തു? അത് അഞ്ജന എന്നുള്ള വാനര സ്ത്രീയിലെ അഞ്ജന പഴയ ജന്മത്തിൽ പൂർവ്വചിത്തി എന്ന് പേരായിട്ടുള്ള പുഞ്ചികസ്ഥല എന്ന് പേരുള്ള ഒരു അപ്സരസാണ് പിന്നെ അപ്സരയായിട്ട് പുനർജനിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്സര അഞ്ജന എന്നുള്ള പേരിൽ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അഞ്ജനയുടെ മകനായി ആഞ്ജനേയനായി അങ്ങനെ ജനിച്ച ഉടനെ എന്ത് ചെയ്തു? ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടിട്ട് ഒരു ചുവന്ന തൊടുത്ത പഴമാണെന്ന് വിചാരിച്ചിട്ട് 500 യോജന ഒറ്റ ചാട്ടം വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചാടുമ്പോൾ എന്താ സംഭവിച്ചത്? അങ്ങനെ ചാടുമ്പോൾ പോണ വഴിക്ക് രാഹുവിനെ കണ്ടു. രാഹു പ്രാണനം കൊണ്ട് വണ്ടി പാഞ്ഞ് രക്ഷപ്പെട്ടു. പിന്നെ വരുന്നത് ഇന്ദ്രൻ്റെ ഐരാവതമാണ്. ഐരാവതത്തിനെ ഇന്ദ്രനെയും കണ്ടു. അപ്പോൾ അയാൾ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചാടി. അപ്പോൾ ചാടിയപ്പോൾ എന്ത് ചെയ്തു? ഇന്ദ്രൻ വജ്രായുധം ഉപയോഗിച്ചിട്ട് അങ്ങനെ ഹനുമാൻ ബോധം കെട്ട് വീണു. താടിയിൽ എന്താ ഒരു പാടും വന്നു. അതുകൊണ്ടാണ് ഹനുമാനായത് എന്നുള്ള കഥയൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വായുഭഗവാന് വിഷമമായി തൻ്റെ മകനെ ഇങ്ങനെ ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാൻ. മൃത്യു വരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്റെ കാലത്തുമില്ല മൃതി എന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. അപ്പം അങ്ങനെ ത്രിമൂർത്തികളൊക്കെ വന്നു ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുകയാണ്. ചിരഞ്ജീവാട്ടെ എന്നുള്ള ആദ്യത്തെ അനുഗ്രഹം, പിന്നെ ബുദ്ധി, ശക്തി, അറിവ്, പാണ്ഡിത്യം, അണിമ, ഗരിമ, അതായത് ശരീരം ചെറുതാക്കാനും വലുതാക്കാനുള്ള കഴിവ്, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കണു. അപ്പോൾ ഹനുമാനൊരു ശാപമുണ്ട്. പണ്ട് കുസൃതി ആകുമ്പോൾ കുട്ടിയാകുമ്പോൾ മുനിമാരൊക്കെ ഇങ്ങനെ വികൃതി കാട്ടിയപ്പോൾ ഒരു ശാപമുണ്ട്, നിനക്ക് നിൻ്റെ ബലം അറിയാതെ പോകട്ടെ എന്നൊരു ശാപം ഉണ്ടായിരുന്നു. ആരെങ്കിലും ഇത് പറഞ്ഞ് കേട്ടാണെങ്കിൽ നിനക്കത് ഓർമ്മ വരും ചെയ്യും, ബലം ഓർമ്മ വരും ചെയ്യുന്നുള്ള. അപ്പോൾ ജാമ്പവൻ പറഞ്ഞ് കേട്ടപ്പോൾ എന്തുണ്ടായി? ആഞ്ജനേയസ്വാമിക്ക് തൻ്റെ ആ ബലമൊക്കെ ഓർമ്മ വന്നു.
മാത്രമല്ല ജാമ്പവൻ ഒന്നും കൂടിയും പറയുന്നുണ്ട്, ഇത്രയും വാനരന്മാരുണ്ടായിട്ട് ഈ അങ്കുലീക മുദ്രമോതിരം തരാനായിട്ട് സ്വാമി ആരെയാണ് തിരഞ്ഞെടുത്തത്? നിന്നെയല്ലേ, അതൊന്നും കാണാതെ ആവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തൻ്റെ ബലമൊക്കെ ഓർമ്മ വന്ന് ആഞ്ജനേയ സ്വാമി എണീക്കാണ്. ഇത്തം വിധി സുതൻ ചൊന്ന നേരം വായുപുത്രനുമുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. അങ്ങനെ തൻ്റെ ശരീരമൊക്കെ വലുതാക്കണം, ശരീരം ചെറുതാക്കാനും വലുതാക്കാനൊക്കെ ഉള്ള സിദ്ധിയുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് വാമനമൂർത്തി, ത്രിവിക്രമനായിട്ടുള്ള ആ വാമനമൂർത്തിയുടെ അത്രയും വലുപ്പത്തിലുണ്ട് വളർന്നു എന്നാണ് പറഞ്ഞത്. ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ഭൂമിയെ ധരിച്ചുള്ള ആദിശേഷനാണ്. ആദിശേഷൻ്റെ 1000 ഭണങ്ങളിൽ ഒരു കടുകുമണി ഇരിക്കണ പോലെയാണ് അത്ര ഭൂമി ഇരിക്കണത്. ആദിശേഷ ഭഗവാന്റെ 1000 ഭണങ്ങളിലെ ഒരു ഭണത്തിലുള്ള ഒരു കടുകുമണി പോലെ ഇരിക്കുന്നതാണ് ഈ ഭൂമി എന്ന്. അപ്പോൾ അത്രയും വലുപ്പം ആഞ്ജനേയ സ്വാമി കൈക്കൊണ്ടു എന്നാണ് പറയുന്നത്. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാത തരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. അങ്ങനെ പറയണു. ലംഘനം ചെയ്ത സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരൂ അതിനിപ്പോഴേ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാണ്, ഞാൻ ഈ ഒറ്റച്ചാട്ടത്തിന് അവിടെ എത്തും, ലങ്കാപുരത്തെ ഭസ്മമാക്കും, രാവണനെ കുലത്തോട് കൂടിയിട്ട് ഒടുക്കിയിട്ട് ദേവിയെയും കൊണ്ട് ഞങ്ങോട്ട് പോരാം എന്ന് പറയണേ. അപ്പം തന്നെ പറയണു, അല്ല എങ്കിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വെച്ചു കൈ തൊഴുതിയിടുവൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ. അല്ലെങ്കിൽ വേണ്ട, രാവൺ തന്നെ വധിച്ചോട്ടെ, ഞാൻ എന്ത് ചെയ്യാം, ലങ്കയും അതേപോലെ ലങ്ക ഒന്നടക്കം എടുത്ത് കൊണ്ടുവരാം, ഇതൊക്കെ എനിക്ക് കഴിയുമെന്നാണ്. എന്താ കാരണം? നേരത്തെ പറഞ്ഞ യന്ത്രഭാവത്തിലാണ് പറയുന്നത്, ഞാനൊരു യന്ത്രമാണുള്ള ഭാവത്തിലാണ്. കാരണം എന്താണ്? എൻ്റെ കയ്യിൽ രാമൻ്റെ അങ്കുലിയുണ്ട്, ആ ശക്തി കൊണ്ടാണ്, അല്ലാതെ എൻ്റെ ശക്തി കൊണ്ട് ഞാൻ കൊണ്ടുവരുന്നുള്ള രീതിയിലല്ല പറയുന്നത്. അവിടെ ഒപ്പം തന്നെ ചേർത്ത് വെച്ചു. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഭഗവാന്റെ ഒരു കാര്യം ചേർത്ത് വയ്ക്കാം. അങ്ങനെ ദേവിയെ കൊണ്ടു. അപ്പോൾ ജാമ്പവൻ പറഞ്ഞു കൊടുക്കണു, ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. അപ്പം ദേവിയെ കണ്ടിട്ട് തിരികെ വന്നാൽ മതി, മോതിരം കൊടുത്തിട്ട് ദശാസ്യനെ രാവണനെ കൊല്ലന്തൊക്കെ ഭഗവാൻ ചെയ്തുകൊള്ളും. ആ നേരത്ത് നമുക്ക് നമ്മുടെ വിക്രമം കാണിക്കാം. പുഷ്കര മാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അതായത് ഈ ആകാശമാർഗത്തിലൂടെ നിങ്ങൾ പോയിക്കോളൂ, അതിനൊരു വിഘ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം മംഗളം ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ജാമ്പവാൻ. അപ്പോൾ അതേപോലെ തന്നെ ആ ലങ്കയിലേക്ക് സമുദ്ര ലംഘനം ചെയ്ത് ലങ്കയിലേക്ക് പോകാൻ പുറപ്പെട്ട് നിൽക്കണ ആ ഭഗവാൻ നമുക്കൊക്കെയും മംഗളം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏതാണ്ട് 12 മണി ആവാറായി. ഈ ഇത്രയും നേരം ഉള്ള ഈ വാക്കുകളൊക്കെ ഈ കാടാമ്പുഴ അമ്മയുടെ പൊന്നുപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായ ആദായ തേനൈവ ദദാഹലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. സദാ രാമ രാമേതി നാമാമൃതം തേ സദാ രാമമാനന്ദനിഷ്യന്തഗന്ധം പിബന്ധം നമന്തം സുദന്തം ഹസന്തം ഹനുമന്തമന്തർ ഭജേതം നിതാന്തം. നമസ്തേ സുമിത്രാ സുപുത്രാഭിവന്ദ്യ നമസ്തേ സദാ കൈകൈ നന്ദനേഡ്യ നമസ്തേ സദാ വാനരാധീശ ബന്ധോ നമസ്തേ നമസ്തേ സദാ രാമചന്ദ്ര. പ്രസീദ പ്രസീദ പ്രചണ്ഡ പ്രതാപ പ്രസീദ പ്രസീദ പ്രപന്നാബ്ജനാഭ പ്രസീദ പ്രസീദ പ്രപന്നാനുകമ്പിൻ പ്രസീദ പ്രസീദ പ്രഭോ രാമചന്ദ്ര.